നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയബിൾ അല്ലേ? ആണ് മിസ്. ഓക്കെ. നമ്മളിന്ന് പ്രൊബേഷൻ ഓഫീസറിന്റെ സോഷ്യോളജി ക്ലാസ് ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ മൊഡ്യൂളൊക്കെ തുടങ്ങി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ന് നമ്മൾ എടുക്കുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ദെൻ നമ്മൾ എടുത്തത് സൊസൈറ്റി കൾച്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അതേപോലെ തന്നെ കൾച്ചർ, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായ സോഷ്യൽ കൺട്രോളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ദെൻ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒരു ഒരു സം കൈൻഡ് ഓഫ് ഒരു സ്ട്രിക്റ്റിൽ നിങ്ങൾ എല്ലാവരും എന്തായിരിക്കും, ആസ് എ പാർട്ട് നിങ്ങൾ പാർട്ടായിരിക്കും അല്ലെ. നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തായിരിക്കും, നമ്മൾ സോഷ്യൽ കൺട്രോളിന്റെയും ഒക്കെ ഭാഗങ്ങളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് സോഷ്യൽ കൺട്രോള്, ആർക്കൊക്കെ സോഷ്യൽ കൺട്രോൾ ചെയ്യാം, എങ്ങനെയൊക്കെ സോഷ്യൽ കൺട്രോൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും സാമൂഹിക നിയന്ത്രണം അല്ലെ, കൺട്രോൾ മീൻസ് നിയന്ത്രണം. അപ്പൊ ഒരു സാമൂഹിക നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ദ മെയിൻ്റനൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റം അല്ലെ. നമ്മുടെ മൊത്തത്തിലുള്ള ഒന്നിനെ മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള സോഷ്യൽ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1 സെക്കൻഡ്, ഞാനൊന്ന് റീജോയിൻ ചെയ്യാട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ ഇപ്പോഴും ബ്രേക്കിംഗ് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ ഒന്ന് ഇടുവോ? ക്ലിയർ ആണ് മിസ്, ഇപ്പൊ കേൾക്കാം. ബ്രേക്കിംഗ് വരുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ നമ്മുടെ എൻ്റയർ സോഷ്യൽ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. അതൊരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയോ ഒരു നെയ്ബർഹുഡിനെയോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനോ ഒന്നുമില്ല. നമ്മളെ എൻ്റയർ സോഷ്യൽ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു പബ്ലിക്കായിട്ട് നമുക്ക് പുകവലിക്കാൻ പാടില്ല അല്ലെ. ദർ ആർ സം ലിമിറ്റേഷൻസ് അല്ലെ. നമുക്കുണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ബിക്കോസ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ കൺട്രോള്, സാമൂഹിക നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ, പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല എന്ന് പറയുന്നത്. Then the attainment of happiness is an important aim of an individual when living in society. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അറ്റൈൻമെന്റ് ഓഫ് ഹാപ്പിനെസ് അല്ലെ, സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ എപ്പോഴും സോഷ്യൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അറ്റൈൻമെന്റ് ഓഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ദെൻ സൊസൈറ്റി എക്സസ് certain mechanism to control the behavior of individual, which can be referred as social control. നമ്മുടെ സ്വഭാവത്തെ, സം കൈൻഡ് ഓഫ് ബിഹേവിയറിനെ നമ്മൾ ചില മെക്കാനിസത്തിലൂടെ സൊസൈറ്റി എന്ത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതൊരു പക്ഷെ നമ്മുടെ ഫോക്ക് വേസ് വഴിയാവും, ബിലീഫ് സിസ്റ്റം വഴിയാവും, നമ്മുടെ ലോ വഴിയാവും, നമ്മുടെ മീൻസ് എഡ്യൂക്കേഷൻ വഴിയാവും. എങ്ങനെയൊക്കെയോ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുക. അപ്പൊ പുകവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്വഭാവത്തെ എങ്ങനെയാണ് സൊസൈറ്റി, ഏത് മെക്കാനിസത്തിലൂടെയാണ്, ചിലപ്പോൾ സം കൈൻഡ് ഓഫ് ലോ അല്ലെ, ലോ പ്രകാരം, ഒരു നിയമം പ്രകാരം പബ്ലിക് പ്ലേസ്
പ്ലേസിൽ പുകവലിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റം, അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മിത്തിക്കൽ തോട്ട് ഉണ്ടായിരിക്കുമല്ലോ. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സോഷ്യൽ കൺട്രോൾ വരികയാണ്, ഒരു കൺട്രോൾ വരുന്നത്. ഇറ്റ്സ് വെരി ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു രീതി വരും. അപ്പൊ അത്തരത്തിൽ സൊസൈറ്റി നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില മെക്കാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നു, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നു. ദെൻ ഇയർ റോസ് എന്ന് പറയുന്ന വ്യക്തി an American sociologist, firstly to deal with the concept social control in sociological sense in his book entitled as Social Control, a survey of the foundation of order, published in 1901. ഇയർ റോസ് എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് സോഷ്യോളജിക്കൽ സെൻസിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഡീൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏത് ബുക്കിലാണ്, സോഷ്യൽ കൺട്രോൾ എ സർവേ ഓഫ് ദി ഫൗണ്ടേഷൻ ഓഫ് ഓർഡർ. അത് പബ്ലിഷ് ചെയ്ത വർഷം 1901. ഓക്കെ, അപ്പൊ ഇയർ റോസിനെ മറന്നു പോകരുത്. ആദ്യമായിട്ട് ഒരു സോഷ്യോളജിക്കൽ സെൻസിൽ ഈ പറയുന്ന സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഡീൽ ചെയ്ത വ്യക്തിയാണ് ഇ.എ. റോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ഡേറ്റും ഓർത്ത് വെക്കുക. ഇനി there are so much definitions behind the concept of social control. സോഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് കണ്ട് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡെഫിനേഷൻ ഇയർ റോസിന്റെ ഡെഫിനേഷൻ തന്നെയാണ്. അപ്പൊ ആ ഡെഫിനേഷൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് വെക്കുക. കാരണം അദ്ദേഹമാണ് ഈ ഒരു കൺസെപ്റ്റിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് വെക്കുക. ഇയർ റോസ് defines social control as a system of devices whereby society brings its members into conformity with the accepted standards of behavior. ഇയർ റോസ് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സമൂഹം അതിന്റെ അംഗങ്ങളിൽ, ഇറ്റ്സ് മെമ്പേഴ്സ്, അതിന്റെ അംഗങ്ങളിൽ ഒരു അംഗീകൃത മാനദണ്ഡങ്ങളുമായിട്ട്, ഇറ്റ്സ് കൺഫോമിറ്റി വിത്ത് ദ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ, അല്ലെ, അംഗീകരിക്കുന്ന, ഓൾറെഡി അംഗീകരിച്ച, കൺഫേം ചെയ്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത പെരുമാറ്റങ്ങളെ, ബിഹേവിയറിനെ, സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, അതിന് ആ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയറിനെ, അംഗീകരിച്ച സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയറിനെ കൺഫേം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ നമുക്കൊരു ബിഹേവിയർ ഉണ്ടായിരിക്കും, അല്ലെ, ആ ബിഹേവിയറിനെ നല്ല ബിഹേവിയർ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനെ മാറ്റുന്ന ആ ഒരു ഡിവൈസിനെ എന്ത് പറയാം, സോഷ്യൽ കൺട്രോൾ എന്ന് പറയാം. അതാണ് ഇയർ റോസിന്റെ ഡെഫിനേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാൾ മാൻഹെയിമിന്റെ ആണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് സോഷ്യൽ കൺട്രോൾ ആസ് എ സം ഓഫ് ദോസ് മെത്തേഡ് ബൈ വിച്ച് എ സൊസൈറ്റി ട്രൈസ് ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ ടു മെയിൻറ്റെയിൻ എ ഗിവൺ ഓർഡർ. കാൾ മാൻഹെയിം പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമൂഹം, ഒരു സൊസൈറ്റി അതിനുള്ളിലുള്ള മനുഷ്യന്മാരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ രീതികളുടെ ഒരു സം ടോട്ടലാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് കാൾ മാൻഹെയിം ആണ് ഡെഫിനേഷൻ ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഓക്ബേൺ ആൻഡ് നിംകോഫ്, സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് ദ പാറ്റേൺസ് ഓഫ് പ്രഷർ വിച്ച് എ സൊസൈറ്റി എക്സേർട്ട് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. ഓക്ബോണും അതേപോലെ തന്നെ നിംകോഫും പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഓർഡറും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡുമായിട്ടുള്ള റൂൾസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സൊസൈറ്റി കൊടുക്കുന്ന ഒരു പ്രഷറിനെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രഷർ പാറ്റേൺസിനെ എന്ത് പറയുന്നു, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നു. ഒരു റൂൾസും ഓർഡറും എസ്റ്റാബ്ലിഷ് ചെയ്യാന്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്, അങ്ങനെയല്ല, എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് എന്ന് പറയുന്നത് സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ. ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് റൂൾസുകൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസിനെയും ഓർഡറിനെയും നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റി ചെലുത്തുന്ന സം കൈൻഡ് ഓഫ് പ്രഷർ ഓഫ് പാറ്റേൺസിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെ. ആ ഒരു റൂൾസിനെയും ഓർഡറിനെയും നിലനിർത്താൻ സൊസൈറ്റി പ്രഷർ ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് ഓക്ബേണിന്റെയും നിംകോഫിന്റെയും ഡെഫിനേഷൻ. ഓക്കെ,
അപ്പൊ ഈ മൂന്ന് ഡെഫിനേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇ എ റോസിന്റെയും കോൾ മാൻഹെയിമിന്റെയും ഓക്ബേണിന്റെയും നിങ്കോഫിന്റെയും. ഇ എ റോസ് ആണ് നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, ബാക്കി നോക്കണ്ട എന്നല്ല, പക്ഷെ എന്ത് ചെയ്യുക, ഇ എ റോസ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. കാരണം അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡീൽ ചെയ്തത്. നിങ്ങൾക്ക് ഡെഫിനേഷൻ ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. ദെൻ നീഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് സോഷ്യൽ കൺട്രോൾ വരുന്നത്? ശരിക്കും നമുക്ക് സോഷ്യൽ കൺട്രോളിന്റെ ആവശ്യമുണ്ടോ? കാരണം നമ്മളെല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ ഫ്രീഡം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തിനാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ഒരു തോട്ട് വരും അല്ലെ? നമുക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ വൈ അല്ലെ, നമുക്ക് എന്തുകൊണ്ട് സോഷ്യൽ കൺട്രോൾ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം മിസ്. എല്ലാവർക്കും ഉണ്ടോ ഈ പ്രശ്നം, കേൾക്കാത്തൊരു വിഷയം, ബ്രേക്ക് ആവുന്ന വിഷയം? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ എന്റെ വോയിസ് എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഒന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ആകെ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഇനി പറയാട്ടോ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ? നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സോഷ്യൽ കൺട്രോള് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? റീ എസ്റ്റാബ്ലിഷിംഗ് ദ ഓൾഡ് സോഷ്യൽ സിസ്റ്റം. നമ്മുടെ ഒരു പഴയ സോഷ്യൽ സിസ്റ്റത്തിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാന്. അങ്ങനെ പറയുമ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ചിന്തിക്കാം അല്ലെ? ഇപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം, നമ്മൾ എന്തിനാണ് ഈ പഴയ സിസ്റ്റത്തിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സോഷ്യൽ കൺട്രോൾ നീഡ്നെസ് വരുന്നത്? അതെന്താ വെച്ചാല് നമുക്കറിയാം, നമ്മൾ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, മോഡേണൈസേഷൻ വരുന്നുണ്ട്, അങ്ങനെ പല കൺസെപ്റ്റുകൾ നമ്മുടെ ഇങ്ങനെ സൊസൈറ്റിയിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നത് കേട്ടില്ലേ, പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, നമ്മുടെ വീട്ടുകാർ പറയുന്നത് കേട്ടില്ലേ? അതേപോലെ നമ്മുടെ ഓൾഡ് സോഷ്യൽ സിസ്റ്റം ഉണ്ട്, വളരെ ചില കാര്യങ്ങളിലെങ്കിലും നല്ലതുള്ളത്, എല്ലാ കാര്യങ്ങളും നല്ലത് എന്നല്ല. അപ്പൊ ആ ഒരു സോഷ്യൽ സിസ്റ്റത്തിനെ നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സോഷ്യൽ കൺട്രോൾ വേണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇനിയിപ്പോ എന്തെങ്കിലും പണ്ട് കാലത്ത് ഇപ്പൊ ഇന്ന് കാണുന്ന അത്രത്തോളം വയലൻസ് അന്നുണ്ടായിരുന്നില്ല അല്ലെ? ഇപ്പൊ ഓരോ ഇയറിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് നമ്മൾ എടുത്ത് നോക്കിയാല് ഇൻ കേസ് എല്ലാത്തിലും നമുക്കൊരു പ്രോഗ്രസ് ആണ് കാണുന്നത്. ഈവൻ ഇഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതൊരു പോസിറ്റീവ് കാര്യമായാലും നെഗറ്റീവ് കാര്യമായാലും എന്തായിരിക്കും, എല്ലാത്തിലും ഒരു വർധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ റേപ്പിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, റേപ്പ് കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുവനൽ ഡെലിക്വൻസി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻക്രീസിങ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓൾഡ് സോഷ്യൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. ദെൻ റെഗുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ. ഒരു വ്യക്തി തന്റെ വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല സൊസൈറ്റിയിൽ പെരുമാറുന്നത് അല്ലെ? അപ്പൊ സൊസൈറ്റിയിൽ അവന്റെ ബിഹേവിയർ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ദെൻ ഒബീഡിയന്റ് ടു സോഷ്യൽ ഡിസിഷൻസ്. ഇപ്പോ പുകവലിക്കാൻ, പബ്ലിക് പ്ലേസിൽ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്ന സോഷ്യൽ ഡിസിഷൻ എന്ത് ചെയ്യാം, അനുസരിക്കുക. ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ യൂണിറ്റി. കാരണം അങ്ങനെയൊക്കെ ഒരു അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്താണ് നമുക്കൊരു ഫീല് കിട്ടുള്ളൂ, സോഷ്യൽ യൂണിറ്റി എന്ന് പറഞ്ഞ ഫീല് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കില്ല, നമുക്കൊരു സോഷ്യൽ യൂണിറ്റി ഫീൽ ചെയ്യില്ല. ദെൻ ടു ബ്രിങ് സോളിഡാരിറ്റി, ഒരു ഐക്യദാർഢ്യം അല്ലെ? നമ്മൾ എല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് ഐക്യദാർഢ്യത്തോടു കൂടി കഴിയണം എന്ന് പറയുന്ന ഒരു
അങ്ങനെ ഒരു തോട്ട് വരണമെങ്കിലും സോഷ്യൽ കൺട്രോൾ നമുക്ക് ആവശ്യമാണ്. ടു ബി കൺഫോമിറ്റി ഇൻ സൊസൈറ്റിയിൽ ഒരു കൺഫോമിറ്റി വരണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ഈ സോഷ്യൽ കൺട്രോൾ വേണം. ടു പ്രൊവൈഡ് സോഷ്യൽ സാങ്ഷൻ, അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ സാങ്ഷനുകൾ വരണമെന്നുണ്ടെങ്കിലും സോഷ്യൽ കൺട്രോൾ വരണം. ദെൻ ടു ചെക്ക് കൾച്ചറൽ മാൽ അഡ്ജസ്റ്റ്മെന്റ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൾച്ചറൽ മാൽ അഡ്ജസ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ദളിതരെ ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ ദളിതർക്കെതിരെ അതിക്രമങ്ങൾ, അങ്ങനെ അവർക്ക് അവരുടെ കൾച്ചറിനെതിരെ വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സോഷ്യൽ കൺട്രോൾ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ ഈ ഗോത്ര വിഭാഗത്തിന്റെ അവര് താമസിക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് നോർമലി ഹ്യൂമൻ ബീങ്സിന് ഒരു പക്ഷെ എന്തില്ല കടന്ന് കയറാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ സോഷ്യൽ കൺട്രോൾ അല്ലെ. എന്താണ്, അതൊരു കൺട്രോളിംഗ് ആണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ കൾച്ചേഴ്സ് ഇതാക്കാനോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക അതിൽ ഇടപെടാനോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയാണ്. അപ്പോ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ കൺട്രോൾ വഴി നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നീഡ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ. Then different social thinkers have categorized social control in different ways. A few classification in regard to type and forms of social control. നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ കൺട്രോളിനെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെ പ്രധാനമായിട്ടും രണ്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഫോർമൽ സോഷ്യൽ കൺട്രോളും അതേപോലെ തന്നെ രണ്ടാമത്തത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും. ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് സോഷ്യൽ കൺട്രോൾ എക്സാമിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ടു ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഫോർമലും ഇൻഫോർമലും ആണ്. പക്ഷെ അതല്ലാതെ പലതരത്തിലുള്ള കാറ്റഗറൈസേഷനും നടന്നിട്ടുണ്ട്. അത് പല സോഷ്യൽ തിങ്കേഴ്സ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോ ഇനി എന്തായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കാം. കാരണം സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഭാഗത്ത് നമുക്ക് വളരെ കുറച്ച് ഏരിയ ആണ് ശരിക്കും നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഫോംസ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പഠിക്കാൻ. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ബാക്കിയൊന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സോഷ്യൽ തിങ്കേഴ്സിന്റെയും അവരുടെ കാറ്റഗറൈസേഷനും സോഷ്യൽ കൺട്രോളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ പേര് മാത്രം, കാരണം നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഡിസ്ക്രിപ്ഷൻ ഒരേപോലെ തോന്നും. അതിന്റെ പേരുകൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് അതിന്റെ ആ കൊണ്ടുവന്ന ആളെ എന്ത് ചെയ്യാം പഠിച്ചിട്ട് വെക്കുക. ചിലപ്പോ ഒരു മാച്ച് ചെയ്യാനോ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വരാം. ഇപ്പൊ നെറ്റ് എക്സാമിനൊക്കെ എന്ത് ചെയ്യും, ഇത് വളരെ ഡീപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ, അതുകൊണ്ട് ഇതൊക്കെ വരുന്നൊരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് വെക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് കാൾ മാൻഹേമിന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ്. ദ ഫേമസ് സോഷ്യൽ തിങ്കർ ഹാസ് കാറ്റഗറൈസ്ഡ് സോഷ്യൽ കൺട്രോൾ അണ്ടർ ദ ഫോളോയിങ് ടു ഹെഡ്സ്. രണ്ടായിട്ടാണ് കാൾ മാൻഹേം തിരിച്ചത്. ഒന്ന് ഡിറക്റ്റ് സോഷ്യൽ കൺട്രോളും ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോളും. അപ്പൊ ഈ ഡിറക്റ്റ് സോഷ്യൽ കൺട്രോളും ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോളും ആരാണ് കാറ്റഗറൈസ് ചെയ്ത് ചോദിച്ചാൽ കാൾ മാൻഹേം ആണ്. അപ്പൊ അവിടെ പോയിട്ട് ഇയർ ഹൗസിനൊന്നും പോയി എഴുതി വെക്കരുത്. അത് കോൾഹേം എന്ന് വേറെ തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. കാൾ മാൻഹേം ആണ് ഡിറക്റ്റ് സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. ഇനി ഡിറക്റ്റ് സോഷ്യൽ കൺട്രോൾ എന്താ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മുടെ ഫോർമൽ എന്ന് പറയുന്ന രീതി ആയിരിക്കും അത്. ദ ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ വിച്ച് ഡയറക്ട്ലി റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ. അല്ലെ, നമ്മളൊരു ഇൻഡിവിജ്വലിനെ വളരെ ഡയറക്റ്റ് ആയിക്കൊണ്ട് അവന്റെ സ്വഭാവത്തെയും അവനെ കൺട്രോൾ ചെയ്യും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക. This type of control is to be found in family, neighborhood, play group and other type of primary group. പ്രധാനമായിട്ടും പ്രൈമറി ഗ്രൂപ്പിലാണ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പ്രധാനമായിട്ടും പ്രൈമറി ഗ്രൂപ്പിലാണ് അത് കാണുന്നത്. ഫാമിലി, നെയ്ബർഹുഡ്, പ്ലേ ഗ്രൂപ്പ്, അങ്ങനത്തെ പ്രൈമറി ഗ്രൂപ്പിൽ. കാരണം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു കുട്ടി എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയുന്നത് ആരായിരിക്കും, അച്ഛനോ അമ്മ, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സോഷ്യൽ കൺട്രോളിങ് എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ ഫാമിലി വെച്ചിട്ടാണ്. അപ്പൊ ഡിറക്റ്റ് സോഷ്യൽ കൺട്രോൾ നേരിട്ടുള്ള ഒരു സോഷ്യൽ കൺട്രോൾ ആണ്. ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാരന്റ്, നെയ്ബേഴ്സ്, ടീച്ചേഴ്സ്, ക്ലാസ്മേറ്റ് എക്സെട്ര കീപ് കൺട്രോൾ ഓവർ ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ. അവിടെ ഈ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, ഒന്നല്ലെങ്കിൽ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്ലാസ്മേറ്റുകൾ ആവാം. അപ്പൊ ഡിറക്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക, നമ്മുടെ ഫാമിലി, നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്, ഒരു ഇൻഫോർമൽ രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് വെക്കുക. ദെൻ ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ അഫ്കോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഡിസ്റ്റന്റ് ഫാക്ടേഴ്സ് കീപ് കൺട്രോൾ ഓവർ ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഡിസ്റ്റന്റ്, വളരെ ദൂരത്തുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. സച്ച് എ ടൈപ്പ് ഓഫ് കൺട്രോൾ ഈസ് എക്സൈസ്ഡ് ബൈ സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പുകളാണ് എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ അത്തരത്തിലുള്ള
ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? കസ്റ്റം ആവാം, ട്രഡീഷൻ ആവാം, റാഷണലൈസ്ഡ് ബിഹേവിയർ എക്സെട്ര ഒക്കെ ആവാം. അതേപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. അപ്പൊ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ കസ്റ്റം, ട്രഡീഷൻ, നമ്മുടെ ട്രഡീഷൻ എന്ന് പറയും, നമുക്ക് നമ്മുടേതായിട്ട് ട്രഡീഷൻ ഉണ്ടായിരിക്കും അല്ലെ, ഈ in between our interaction between others, and also our way of life, way of dressing style, way of വാക്കിംഗ്, വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ട്രഡീഷൻ ഉണ്ടായിരിക്കും അല്ലെ. അതെന്താണ്? അത് നമ്മളെ ഒരു ഇൻഡയറക്ട്ലി നമ്മളെ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചത് എന്തായിരിക്കും? ആരെയും ഉപദ്രവിക്കരുത്, ഒരാൾക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഒരാളെ എന്ത് ചെയ്യരുത്, കാര്യമില്ലാതെ ചീത്ത പറയരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രഡീഷൻ വൈസ് അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങൾ വൈസ്, ഇപ്പോ നമ്മൾ വിശ്വസിക്കുന്ന മതം ആയിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യത്തിലും നമുക്ക് കുറച്ച് പഠിച്ച നല്ല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെൽഫിലി ഒന്ന് കൺട്രോൾ ചെയ്യും. ആ കൺട്രോളിങ് നമ്മൾ സൊസൈറ്റിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സെക്കൻഡറി ഗ്രൂപ്പുകളാണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോളിനെ എന്ത് ചെയ്യുന്നത്? ഇതിൽ ബാധകമാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോം എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ ആണ് അല്ലെ. അതായത് ആളുകൾ എന്തൊക്കെ പറയും അതിനനുസരിച്ചുണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഒരാളെ, ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും, അങ്ങനത്തെ രീതിയിൽ ഉണ്ടാവുമല്ലോ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്, ഫാമിലി, നെയ്ബർഹുഡ്, പ്ലേ ഗ്രൂപ്പ്. ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാല്യൂസ്, സെക്കൻഡറി ഗ്രൂപ്പാണ്. വാല്യൂ, കസ്റ്റം, ട്രഡീഷൻ എന്ന് പറയാ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ക്ലിയർ ആണോ? നിങ്ങൾക്കിത് ക്ലിയർ ആണോ? ഓക്കെയാണ് മിസ്. ആളെ പേര് മറക്കരുത് കേട്ടോ. കോൾ മാൻഹീമിന്റെ ഇത് മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് പറയുന്നത് ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആസ് ഗിവൺ ബൈ ഗർവിച്ച്. അതായത് ഇനി ഇതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്തത് പറയുന്നത് ഗുർവിച്ച് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് നൽകിയ ഒരു സോഷ്യൽ കൺട്രോൾ ഫോം ആണ് ഗുർവിച്ച് കേട്ടോ. GURVITCH, ഗുർവിച്ച്. അദ്ദേഹം പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ 4 ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോളും, അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോളും, സ്പോണ്ടേനിയസ് സോഷ്യൽ കൺട്രോളും, മോർ സ്പോണ്ടേനിയസ് സോഷ്യൽ കൺട്രോളും. ഓക്കെ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, സ്പോണ്ടേനിയസ്, മോർ സ്പോണ്ടേനിയസ്. സിമ്പിൾ ആണ് കേട്ടോ. അതിൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഈസ് റെഗുലേറ്റഡ് either ത്രൂ വോളണ്ടറി മീൻസ് ഓർ ത്രൂ ഡെമോക്രാറ്റിക് വേസ്. ദിസ് ഈസ് ഡൺ ത്രൂ നാച്ചുറൽ വേസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇവിടെ എന്താണ്, ഒരു വ്യക്തിയുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് എന്ത് ചെയ്യും? ജനാധിപത്യ മാർഗങ്ങളിലൂടെ ആയിരിക്കും, ഡെമോക്രാറ്റിക് വേസിലൂടെ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ എന്തായിരിക്കും? വോളണ്ടിയറി അല്ലെ, റെഗുലേറ്റ് ചെയ്ത് ത്രൂ വോളണ്ടിയറി, സ്വമേധയാ ഉള്ള മാർഗങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി സ്വാഭാവിക വഴി, ഇപ്പൊ ലോ വഴിയോ എഡ്യൂക്കേഷൻ വഴിയോ, അങ്ങനെ വളരെ സ്വാഭാവിക, ഇപ്പൊ ഒരു കുറ്റം ചെയ്താല് അവർക്ക് പണിഷ്മെന്റ് കിട്ടും, ജയിലിലടക്കും, അങ്ങനത്തെ വളരെ ഡെമോക്രാറ്റിക് വേയിലൂടെ, നാച്ചുറൽ വേയിലൂടെയാണ് ഇതിന്റെ ഒരു രീതി സോഷ്യൽ കൺട്രോൾ വരുന്നത്. ദെൻ അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോഷ്യൽ കൺട്രോൾ ഈസ് എക്സൈസ്ഡ് ബൈ വാല്യൂസ് ഓഫ് കൾച്ചർ ആൻഡ് യൂസേജ്, ട്രഡീഷൻ, ഫാഷൻ, symbol, etc. This is an elastic type of social control and is related to day life. ഇവിടെ എങ്ങനെയാണ് സോഷ്യൽ കൺട്രോൾ നടക്കുന്നത്? നമ്മുടെ കൾച്ചർ, നമ്മുടെ വാല്യൂ, അതിൻ്റെയൊക്കെ യൂസേജിന്റെ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ, ഫാഷൻ, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് അല്ലെ. ഇലാസ്റ്റിക് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഒരു ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോൾ. നമ്മുടെ വാല്യൂസും കൾച്ചർ, യൂസേജും, ട്രഡീഷനും, ഫാഷനും, സിമ്പിളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മളെ സോഷ്യലി കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് സോഷ്യൽ കൺട്രോൾ ആണ്.
This type of social control is exercised by ideas, റൂൾസ് ആൻഡ് റെഗുലേഷൻ, വാല്യൂ, നോംസ് എക്സെട്ര ഒക്കെ ഒരേപോലെ തോന്നും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഒക്കെ ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ പഠിച്ചിട്ട് വെക്കുക. അതായത് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അൺഓർഗനൈസ്ഡും സ്പോണ്ടേനിയസും ഒരേപോലെ തോന്നുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു വാല്യൂസ് ഓഫ് കൾച്ചർ, യൂസേജ്, ട്രഡീഷൻ, ഫാഷൻ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഐഡിയ, റൂള്, റെഗുലേഷൻ, വാല്യൂ, നോമി, ഇതൊക്കെ നമ്മളെ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാം. മോർ സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കൺട്രോൾ ദാറ്റ് ഈസ് എക്സൈസ്ഡ് ബൈ ഡിറക്റ്റ് സോഷ്യൽ ആൻഡ് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് സച്ച് ആസ് ആസ്പിറേഷൻസ്, ഡിസിഷൻസ്, ഡിസൈർഡ് എക്സെട്ര ഈസ് കോൾഡ് മോർ സ്പോണ്ടേനിയസ്. ഇവിടെ ഒന്നും കൂടി എന്ത് ചെയ്തു, ഒരു വേറൊരു രീതിയിലായി. കാരണം നമ്മുടെ ആസ്പിറേഷൻസും ഡിസിഷൻസും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യലി കൺട്രോൾ ചെയ്യുക അല്ലെ. ഇപ്പോ എന്ത് ചെയ്യാണ്, നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് നല്ലൊരു വ്യക്തി ആവണം എന്ന് പറഞ്ഞ് നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നല്ല വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സോഷ്യലി അക്സെപ്റ്റഡ് ഇൻഡിവിജ്വൽ ആവാൻ നമ്മൾ ശ്രമിക്കും. സോഷ്യലി അക്സെപ്റ്റഡ് ആണെങ്കിൽ സൊസൈറ്റിയുടെ കൺട്രോളിങ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഒരു ഭാഗമായിട്ടൊക്കെ ആയിരിക്കണം നമുക്ക് ജീവിക്കേണ്ടി വരാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഇതും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല, ഇത് മാത്രമായിരിക്കും കൺഫ്യൂഷൻ. അപ്പൊ അത് ആ രീതിയിൽ പഠിച്ചിട്ട് വെക്കാം. ഒന്ന് ഏതൊക്കെയാണ്, ഇപ്പൊ ഒന്ന് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒന്ന് വട്ടോട്ട് എന്ത് ചെയ്യാ പഠിച്ചിട്ട് വെക്കാം. ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് വേറെ വേറെ പഠിക്കാനുണ്ട്. ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഡെമോക്രാറ്റിക് വേ, നാച്ചുറൽ വേ എന്ന് ആലോചിക്കാം. മോർ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻസ്, ഡിസൈർസ്, ആസ്പിറേഷൻ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് ആലോചിച്ചാൽ മതി. അൺഓർഗനൈസ്ഡ് സ്പോണ്ടേനിയസും നമ്മുടെ വാല്യൂ, കൾച്ചർ, നോംസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ കൺട്രോൾ ചെയ്യുക. അതിൽ തന്നെ അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോളും ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? ഈ രണ്ടെണ്ണം ക്ലിയർ ആണല്ലോ അല്ലെ? കോൾ മാൻഹെയിം, അതേപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ. ഒന്നുകൂടി പറയോ, പറഞ്ഞേ. ഓക്കെ ഓക്കെ, ഇത് ഗുർവിച്ചിന്റെ ഒരു സോഷ്യൽ കൺട്രോൾ ഫോംസുകളാണ്. 4 പ്രധാനമായിട്ടുള്ളത്. ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, സ്പോണ്ടേനിയസ്, മോർ സ്പോണ്ടേനിയസ്. ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഓർഗനൈസ്ഡ് അല്ലെ, വളരെ ഓർഗനൈസ്ഡ് ആണെന്ന് ആലോചിച്ചാൽ മതി. എന്തായിരിക്കും വളരെ ഓർഗനൈസ്ഡ്? നമ്മുടെ ലോ എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ലോ വഴി വളരെ ഡെമോക്രാറ്റിക്കലി നമ്മളെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതാണ് ഓർഗനൈസ്ഡ്. അൺഓർഗനൈസ്ഡ് സ്വാഭാവികമായിട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും, ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാ കൺട്രോൾ ചെയ്യുക, നമ്മുടെ വാല്യൂസും, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വാല്യൂ യൂസ് ചെയ്യുന്നത്, നമ്മുടെ കൾച്ചർ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ട്രഡീഷന്, ഫാഷന്, നമ്മുടെ സിംബലുകൾ എന്തൊക്കെയാണ്, അങ്ങനെ വെച്ചിട്ടായിരിക്കും അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടിപ്പിടിക്കുന്ന നമുക്കൊരു മൂല്യം ഉണ്ടായിരിക്കില്ലേ, നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് യുവർ കൾച്ചർ അല്ലെങ്കിൽ യുവർ വാല്യൂ അല്ലെ, നിങ്ങൾ നിങ്ങളുടെ കൾച്ചറിന്റെയോ നിങ്ങളുടെ വാല്യൂടെയോ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ അത് കൺട്രോൾഡ് ആവുന്നത്. ഈ അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ കൺട്രോളില് ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. വളരെ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലാസ്റ്റിക് ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ അതായിരിക്കും നമ്മൾ പുറമേയും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ച വാല്യൂസും നമ്മൾ പഠിച്ച കൾച്ചറും ആയിരിക്കും നമ്മൾ സൊസൈറ്റിയിൽ പെരുമാറുക. അത് നമ്മളെ എന്ത് ചെയ്യുന്നു, നല്ലൊരു വ്യക്തികളാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരു ചീത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെങ്കിൽ അവനൊരിക്കലും സോഷ്യൽ കൺട്രോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ അൺഓർഗനൈസ്ഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത ഒന്നാണ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് പോലെ തന്നെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ പഠിച്ചു വെക്കുക. ഐഡിയാസ്, റൂൾസ്, റെഗുലേഷൻ, വാല്യൂ, നോംസ്. ഇവിടെയും വാല്യൂ വരും, പക്ഷെ ഇതിന്റെ യൂസേജ് ആണ് പറയുന്നത് അല്ലെ. വാല്യൂം കൾച്ചറും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതിൽ അർത്ഥത്തില് ഇവിടെ ഐഡിയ, റൂള്, റെഗുലേഷൻ, വാല്യൂ, നോം, ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്പോണ്ടേനിയസ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു
സ്വമേധയാ നമുക്ക് തോന്നുമല്ലോ ഒരു കൺട്രോളിക്ക് തോന്നുക. ഇപ്പോ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പുകവലി കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒരിക്കലും പുകവലിക്കാൻ പാടില്ല, നമുക്ക് സ്വന്തമായിട്ട് തോന്നുമല്ലോ. അതാണ് ഈ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞത്. ദെൻ മോർ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് എനിക്ക് നല്ലൊരു വ്യക്തി ആവണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ രാഷ്ട്രീയ ആളുകളെ നിങ്ങൾക്ക് അറിയണ്ട, MLA MP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ എങ്കിലും ഉണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ് സോഷ്യൽ കൺട്രോൾ ആവുന്നത്? അവരവരുടെ ആഗ്രഹമാണ് എനിക്ക് ഈ വാർഡിൽ എനിക്കൊരു മെമ്പർ ആവണം, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരിങ്ങനെ ഒന്നിങ്ങനെ അവർക്ക് ചിലപ്പോൾ എന്തായിരിക്കും, പലത് കാണുമ്പോൾ പ്രതികരിക്കണം എന്നും ഒരടി കൊടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ദേ ആർ കൺട്രോൾഡ് അല്ലെ, അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും ബിക്കോസ് ഓഫ് ദിയർ ആസ്പിറേഷൻ ഓർ ഡിസയേഴ്സ് സംതിങ് ലൈക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു കൊണ്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഒന്ന് മോർ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസ്ഡ്, വളരെ ഓർഗനൈസ്ഡ് ആയിക്കൊണ്ട് അൺഓർഗനൈസ്ഡ് അല്ലെ, സംഘടിതമല്ലാത്ത രീതിയിൽ സ്പോണ്ടേനിയസ് നമുക്ക് സ്വയമേ തോന്നുന്നത്, മോർ സ്പോണ്ടേനിയസ് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങനെയായിരിക്കും. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. അടുത്തത് കിംബൽ യങ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഒരു ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. പോസിറ്റീവ് സോഷ്യൽ കൺട്രോളും നെഗറ്റീവ് സോഷ്യൽ കൺട്രോളും രണ്ട് രീതിയിലാണുള്ളത്. പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ആൻഡ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ പോസിറ്റീവ് സ്റ്റെപ്സ് സച്ച് ആസ് റിവാർഡ്, ദ പോളിസി ഓഫ് അപ്രിസിയേഷൻ എക്സെട്ര ആർ യൂസ്ഡ് ഫോർ കീപ്പിംഗ് ദ പേഴ്സൺ അണ്ടർ കൺട്രോൾ. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് സ്റ്റെപ്സ് മാൻ ട്രൈസ് ടു ബിഹേവ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ ഇൻ ദ സൊസൈറ്റി. ഇതൊരു പോസിറ്റീവ് ടൈപ്പ് അല്ലെ, അവിടെ തന്നെ നമ്മൾക്ക് ഒരു ടൈപ്പ് ഒരു സൂചന തന്നു. പോസിറ്റീവ് സ്റ്റെപ്പ്, നമുക്ക് റിവാർഡ് തരാം, നമുക്ക് എന്തെങ്കിലും അപ്രിസിയേഷൻസ് തരിക, അങ്ങനെ തന്നിട്ട് വ്യക്തിയെ എന്ത് ചെയ്യുക, ഒന്ന് നിയന്ത്രണത്തിലാക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു ടീച്ചറാണെന്ന് വിചാരിക്കാം. നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. വളരെ ഡിസിപ്ലിൻ, എന്തു പറഞ്ഞാലും കേൾക്കത്തില്ല, അങ്ങനത്തെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളോ ഉണ്ടെങ്കിൽ, ഒരു കുട്ടി നമുക്ക് എടുക്കാം, ഒരു കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ആരെങ്കിലും ഒന്ന് മൈക്കൊന്ന് ഓണാക്കി പറഞ്ഞേ, ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആ കുട്ടീനെ ലീഡർ ആക്കും. ആ കുട്ടീനെ ലീഡർ ആക്കും. വെരി ഗുഡ്. ദെൻ പിന്നെ അത് മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിന്റെ നമ്മുടെ ക്ലാസ്സിൽ കൺട്രോൾ മാത്രമാണോ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ള മറ്റുള്ള അധ്യാപകരുടെ അടുത്ത് ചോദിക്കും. ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലാണെന്ന് കണ്ടു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? പറ. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ അൺഡിസിപ്ലിൻ ആവുന്നെന്ന് കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യാ? ചിലപ്പോ അവന് സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കുറവായിരിക്കാം. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതാണ്, എന്താണ് അവന് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള. അതെ അതെ, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പിന്നെന്തെങ്കിലും? പിന്നെ അവന്റെ ക്ലാസ് ടീച്ചറിനോട് ഒന്ന് സൂചിപ്പിച്ചിട്ട് പേരൻസിന്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ പോലെ കുട്ടിയെ നോക്കാനാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെടാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ ചെയ്യാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ട കാര്യമാണ്. ക്ലാസ് ടീച്ചറോട് സംസാരിക്കുക, ഈവൻ പാരന്റ്സിനോട് സംസാരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു, നമുക്ക് വളരെ ശല്യമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ അൺഡിസിപ്ലിൻ ആണെങ്കിലും അവനെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതൊരു പക്ഷെ ലീഡർ ആക്കുക, ഇറ്റ്സ് ഗുഡ് പോയിന്റ്. അതിനൊക്കെ മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുക, വേണമെങ്കിൽ ജസ്റ്റ് എണീറ്റ് ഒരു ചോക്ക് പോയി എടുത്തു തുടങ്ങി നമ്മുടെ സ്റ്റാഫ് റൂമിൽ
40 കുട്ടികളുള്ള നമ്മുടെ ക്ലാസ്സിൽ അവനോട് മാത്രം നമ്മളൊരു ചോക്ക് എടുത്താൽ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും, നിങ്ങളൊക്കെ പഠിച്ച ആളുകളാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മളോട് ടീച്ചർ വല്ല ചോക്ക് എടുക്കാൻ പറയാം, അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു പേൻ എടുക്കാൻ പറയാം, ടീച്ചറുടെ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാൻ പറയാം, നമുക്ക് ഭയങ്കര സ്റ്റാർ ആയിരിക്കും നമ്മൾ, അല്ലെ? ടീച്ചറുടെ ആളാണ് നമ്മള്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും അവര് ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള റിവാർഡ്സുകളാണ്, അല്ലെങ്കിൽ കുറച്ച് സം കൈൻഡ് ഓഫ് അപ്രീസിയേഷൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവനോട് പറയണത്, നീ ആ സ്റ്റാഫ് റൂമിൽ പോയി ഒരു പീസ് ഓഫ് ചോക്ക് എടുത്ത് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ഒരു റിവാർഡ്, അല്ലെ? അവനെയാണ് വിളിച്ചത്. നമ്മൾ സാധാരണ മുൻബെഞ്ചിലിരിക്കുന്ന ഒരാളായിരിക്കും നമ്മൾ വിളിക്കാം, പകരം അവനോടത് പറയാം. ഇനി എന്തെങ്കിലും ഒരു ഇപ്പോ സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ ഇതുപോലെ മാപ്പ് ഒക്കെ ഉണ്ടായിരിക്കും, ഗ്ലോബ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് പിടിക്കാൻ അവനെ ഇതാക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അവനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അവനെ ലീഡർ ആക്കാം, അല്ലെ? ഒരു ക്ലാസിന്റെ മൊത്തം ചുമതല അവന്റെ കയ്യിൽ കൊടുത്ത് സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്തോളും? അവൻ അടങ്ങി നിന്നോളും. ഇതൊന്നും ആയിട്ടും അവൻ റെഡി ആവുന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താലോചിക്കും? നമ്മുടെ സബ്ജക്റ്റിന്റെ പോരായ്മയാണോ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും. അതാണ് നിങ്ങൾ പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ്. നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് അവർ പറയാണ്, ഇല്ല ഞങ്ങളുടെ ക്ലാസ്സിലൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു പക്ഷെ 2 പേർക്ക് റോള് വരും. ആസ് എ ടീച്ചർ നമുക്കും വരും, ആസ് എ സ്റ്റുഡന്റ് അവനും വരും. ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ മോശത്തരായിരിക്കും. കുട്ടിനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കുട്ടി എന്ത് ചെറ്റത്തരം കാണിച്ചാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിനെ കുറ്റം പറയാൻ പാടില്ല. നമ്മള് ടീച്ചർമാരുടെ കുഴപ്പമാണ്, നമ്മളെയാണ് അവിടെ ഇകഴ്ത്തേണ്ടത്, കുട്ടികൾ അവിടെ പുകഴ്ത്ത തന്നെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വേ ഓഫ് സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈൽ എന്ത് ചെയ്യുക? മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിത് കുറച്ചും കൂടി രസകരമാക്കുക, കുറച്ചും കൂടി ഗെയിം കൊടുക്കുക. ഇപ്പോ ഓരോ സബ്ജക്റ്റിനും അതിന്റെ, ഇപ്പോ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും എന്താ പറയാ, ഓരോ സബ്ജക്റ്റിനോട് ഓരോ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെ? ചില കുട്ടികൾക്ക് ഈ സയൻസ് സബ്ജക്റ്റിനോട് ഭയങ്കര താല്പര്യം, പരീക്ഷണങ്ങള് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ചില കുട്ടികൾക്ക് മാത്സിനോടായിരിക്കും വളരെ ഇഷ്ടം, കാരണം അവർക്ക് എഴുതുന്നൊന്നും ഇഷ്ടമുണ്ടല്ലോ, പെട്ടെന്ന് ഇതാക്കും. ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസും കൊണ്ടായിരിക്കും പോകുന്നത്, ഈ ഒരു തിയറി വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ അവന് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കുക. ഇതിലും ആ കുട്ടി റെഡി ആവുന്നില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അവന്റെ ക്ലാസ് ടീച്ചറോടും HM വഴിയും പാരന്റ്സും, അത് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത്രയും ഒരു ക്രൂഷ്യൽ ആണെന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു രീതിയിൽ സംസാരിക്കേണ്ടത്. കാരണം പാരന്റ്സ് എന്ന് പറയുന്നത് അവര് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവരോട് ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ അവർ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിനെ ചീത്ത പറയോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കി പേടിപ്പിക്കുന്നു, ചിലപ്പോൾ അപ്പൊ തന്നെ തല്ലാൻ ഓങ്ങുന്നു. അങ്ങനെയാണ് ഇപ്പത്തെ ഒരു പാരന്റ്സ്, ഇപ്പത്തെ നല്ല പൊതുവെ പാരന്റ്സുകൾ അങ്ങനെയാണ്. അപ്പൊ എന്താണ്, നമ്മളത് അങ്ങനെ പറയുമ്പോൾ അത് ശരിയാവില്ല. അപ്പൊ ഇവിടെ അതന്നെ പറയുന്നത്, ഇവിടെ ഒരു കുട്ടി എന്നല്ല, ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ പോസിറ്റീവ് സ്റ്റെപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അയാൾക്ക് റിവാർഡ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല അപ്രിസിയേഷൻസ് കൊടുത്തിട്ടോ അയാളെ സോഷ്യലി കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോക്ക് എടുത്ത് വാടാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? അപ്പൊ ഭയങ്കര സ്റ്റാറായി. പിന്നെ അന്നത്തെ ദിവസം മൊത്തം അവന് കൂളായിരിക്കും. കാരണം ഓക്കെ, എന്നെ ടീച്ചർ വിളിച്ചു, ഞാൻ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എന്നെ മാത്രമാണ് വിളിച്ചത് എന്ന് പറയുന്ന ഒരു തോട്ട് ഓഫ് മൈൻഡ്, അത് മതി ആ കുട്ടിയെ അന്നത്തെ ഒരു ദിവസം അടങ്ങി നിൽക്കാൻ. ഓക്കെ, അപ്പോ ഇതൊക്കെ ഈ പോസിറ്റീവ് സ്റ്റെപ്പ് വഴി, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, റിവാർഡ് അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്രിസിയേഷൻ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ഒരു വ്യക്തിനെ എന്ത് ചെയ്യുക? അണ്ടർ കൺട്രോൾ ആക്കുക. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും നല്ല വ്യക്തികളായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ എന്ത് ചെയ്യുന്നു? അവരെ ഹെൽപ്പ് ചെയ്യും. അത് ഈവൻ ആ ഒരു കുട്ടിയുടെ ത്രൂ ഔട്ട് ദ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിതാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രൈമറി, ഇപ്പൊ ഞാനൊക്കെ എന്റെ പ്രൈമറിത്തെ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോഴും ആലോചിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, ഞാനെന്നല്ല, നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് ത്രൂ അവരിലൂടെയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. എപ്പോഴും നമ്മൾ ചിലർക്ക് അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ട്, ഇന്ന് ചിലപ്പോൾ നിങ്ങൾ അതായിരിക്കില്ല, വേറൊരു ലെവലായിരിക്കും നിങ്ങൾ അന്ന് പറഞ്ഞതായിരിക്കില്ല ഇന്ന്. പക്ഷെ എന്നാലും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു പങ്ക് അവർക്ക് നമ്മൾ കൊടുക്കും. കാരണം എന്താണ്,
അന്ന് അവരൊരു പോസിറ്റീവ് സ്റ്റെപ്പ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് ഈ KG കുട്ടികളെയും 1st to 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് എപ്പോഴും ടീച്ചേഴ്സ് വെരി ഗുഡും 3 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ കൊടുക്കുന്നത്. കാരണം അവർ ആ റിവാർഡും അപ്രിസിയേഷനും ആഗ്രഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഡിഗ്രി പഠിക്കുന്ന നമുക്കും അല്ലെങ്കിൽ +2 പഠിക്കുന്ന നമുക്കൊക്കെ ഒരു വെരി ഗുഡ് കിട്ടലൊക്കെ നമുക്ക് ഇനി കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ആരും ബോധേഡ് ആവില്ല അല്ലെ. ഒരു ടീച്ചർ ഒരു ശരി ഇട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആ ടീച്ചറെ കളിയാക്കും, ഇതെന്താ ശരി ഇട്ട് കൊടുക്കുന്നത്, ഇതാരോ നോട്ട് സബ്മിറ്റ് എന്തിനാ നോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, ഇതായിരിക്കും നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഈ KG കുട്ടികളുടെ ഇടയിൽ എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എത്ര സ്റ്റാർ കിട്ടി. അവര് ഞാൻ കണ്ടിട്ടുണ്ട്, ബുക്ക് എടുത്ത് മറിച്ച് നോക്കും, ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് ആർക്കാ നോക്കും. ഒരു ഇയർ എൻഡിലൊക്കെ അവർ അങ്ങനെ നോക്കും. അപ്പൊ ഒരു പോസിറ്റീവ് സ്റ്റെപ്പിലൂടെ ഒരു വ്യക്തിനെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ ആണ്. ദിസ് ഇസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ദി പോസിറ്റീവ് ഫോം ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇൻ ദിസ് ഫോം സോഷ്യൽ കൺട്രോൾ ഇൻഡിവിജ്വൽ ഓൺ ദ ഫിയർ ഓഫ് പണിഷ്മെന്റ് ആൻഡ് recognition by the society is made to behave in conformity with the values of the society. ഇത് പോസിറ്റീവിന്റെ ഒരു അനദർ സൈഡ് ആണ്. ഇവിടെ എന്താണ്, നമ്മളെ ഫിയർ ഓഫ് പണിഷ്മെന്റ്, നമ്മൾ പണിഷ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരം കുറയോ ഇങ്ങനെ ഒക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സോഷ്യൽ കൺട്രോൾ ചെയ്യുക അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, ഒരു വ്യക്തി തന്റെ വാല്യൂസിനനുസരിച്ച് ആ വ്യക്തി പെരുമാറാൻ നോക്കും. നമുക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, അവന് എന്തെങ്കിലും അടിപിടി കാണിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ അടുത്ത് തല്ല് കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നോക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ വാല്യൂസും കൂടി ഒക്കെ അനുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഫിയർ ഓഫ് പണിഷ്മെന്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയി പോകും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, ഒന്ന് കൺട്രോൾഡ് ആവുക. ആ തരത്തിലുള്ള സോഷ്യൽ കൺട്രോളിനെയാണ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ് മാം. ഓക്കെ. അടുത്തതാണ് പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ഗിവൺ ബൈ ലുംബെ. ലുംബെ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് തന്നെ ഒരു സോഷ്യൽ കൺട്രോൾ ആണ്. ഫിസിക്കൽ ഫോഴ്സ് മെത്തേഡ്, ഹ്യൂമൻ സിമ്പിൾ മെത്തേഡ്. അതിൽ ഫിസിക്കൽ ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ഫസ്റ്റ് ഫോം മാൻ ഇസ് മെയ്ഡ് ടു ബിഹേവ് ഇൻ എ പെർട്ടിക്കുലർ മാനർ ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. അതായത് ശാരീരിക ബലപ്രയോഗത്തിലൂടെ ഒരു മനുഷ്യനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വഴി അവനെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമ്മൾ എന്ത് ചെയ്യും, അവന് ബലമായി പിടിച്ചു നിർത്തും, അങ്ങനെ അവനെ കൺട്രോൾ ചെയ്യുക. അതാണ് ഫിസിക്കൽ ഫോഴ്സ് മെത്തേഡ്. ഹ്യൂമൻ, ഇതൊന്നും നിങ്ങൾ അത്ര കാര്യത്തിൽ നോക്കണ്ട. ഹ്യൂമൻ സിമ്പിൾ മെത്തേഡ് അല്ലെ. ഹ്യൂമൻ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് മെയ്ഡ് ടു ബിഹേവ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി ത്രൂ ലാംഗ്വേജ്, ട്രഡീഷൻ, കസ്റ്റം, റിലീജിയൻ, റിച്വൽസ് എക്സെട്ര അല്ലെ. നമ്മുടെ ലാംഗ്വേജ്, ട്രഡീഷന്, കസ്റ്റം ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പെരുമാറാൻ ശ്രമിക്കുക. അതാണ് ഹ്യൂമൻ സിമ്പിൾ മെത്തേഡ്. സിമ്പിൾ എന്നാലോചിച്ചാൽ മതി. ഓക്കെ. ദെൻ ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ അക്കോർഡിംഗ് ടു കൂലെ. ഇതൊന്ന് നോക്കിയിട്ട് വെക്കാട്ടോ. ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ അക്കോർഡിംഗ് ടു കൂലെ. കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ കോൺഷ്യസ് ഫോം ഓർ സോഷ്യൽ കൺട്രോൾ സൊസൈറ്റി കമ്പൽസ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് according to its accepted objectives, law, propaganda, education are such forms. എന്തെയാണ്, സൊസൈറ്റിനെ സം കോൺഷ്യസ് ഫോമില് അല്ലെ, വളരെ കോൺഷ്യസ് ആയി നമ്മൾ ബോധപൂർവമായി എന്ന് പറയില്ലേ, ആ രീതിയിൽ എന്ത് ചെയ്യാണ് ഒരു വ്യക്തിയെ സോഷ്യലി കൺട്രോൾ ചെയ്യുക. അതെന്ന് പറയുമ്പോൾ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അത് ലോ ആവാം, പ്രൊപ്പഗോണ്ട ആവാം, എഡ്യൂക്കേഷൻ ആവാം, അങ്ങനെ എന്തും ആവാം. Then unconscious എന്ന് പറയുമ്പോൾ through unconscious method social institutions such as religion, custom, tradition etc keep control over the behavior of the individual. അൺകോൺഷ്യസ് പറയുമ്പോൾ നമ്മൾ അബോധാവസ്ഥ എന്ന് പറയില്ലേ. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയിൽ പെരുമാറുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൺട്രോൾഡ് ആവുന്ന എന്തുകൊണ്ടാണ്, നമ്മളിപ്പോ ഒരു മൈക്ക് സെറ്റ് എടുത്ത് ഈ ഒച്ചത്തിൽ പാട്ട് പാടോ ഇല്ല അല്ലെ, എന്താണ് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന അറിയാം. അതെന്താണ്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, ഇതൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ, നമ്മൾ വളരെ അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു കൺട്രോളിങ് ആണത്. ചിലപ്പോൾ അത് നമ്മുടെ റിലീജിയൻ ബേസ് ആയിരിക്കും അല്ലെ, ചിലപ്പോൾ നമ്മുടെ കസ്റ്റം ബേസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ട്രഡീഷൻ ബേസ് ആയിരിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിൽ കൺട്രോൾ വരുന്നതാണ് അൺകോൺഷ്യസ്. കോൺഷ്യസ്, അൺകോൺഷ്യസ്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അദ്ദേഹം ഇത് ഹെയ്സ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ്. കൺട്രോൾ ബൈ സാങ്ഷൻ, കൺട്രോൾ ബൈ സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ കൺട്രോൾ ബൈ സാങ്ഷൻ.
In this type of social control, those who act according to the values of the society are rewarded, while to those who act against the norms of the society are punished. ഇവിടെ എന്താ വെച്ചാല് നമ്മുടെ സമൂഹത്തിലെ മൂല്യങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്ത് ചെയ്യും, റിവാർഡ് കൊടുക്കും. അതേപോലെ തന്നെ ആ സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പണിഷ്മെന്റും കൊടുക്കും. ഇപ്പൊ നിങ്ങളെ പല തരത്തിലുള്ള ഇപ്പൊ ഭാരത് രത്ന, പരമവീര ചക്ര അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ സൊസൈറ്റിയിൽ കുറച്ച് മൂല്യങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂസിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കും. ഇനി ഈ സൊസൈറ്റിയിലെ മാനദണ്ഡങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും റേപ്പ് ചെയ്ത വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യും, ജയിലിലടക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ദെൻ കൺട്രോൾ ബൈ സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. എന്താണ് സോഷ്യലൈസേഷൻ വഴിയും എഡ്യൂക്കേഷൻ വഴിയും? ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ദ ചൈൽഡ് ഇസ് taught to act according to the norms of the society. സാമൂഹ്യവൽക്കരണം അല്ലെ, ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ഷൻ വഴിയും എഡ്യൂക്കേഷൻ വഴിയും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോളിങ് പഠിക്കുന്നുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ വഴി ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാല് 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളും ദേ ആർ യൂണിക് അല്ലെ, അവരെല്ലാവരും യൂണിക് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് തൻ്റെതായിട്ടുള്ള മാത്രം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. ഒരു ക്ലാസ് ആകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നോംസ് റൂൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യണം. ആ രീതിയിൽ എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊക്കെ കോളേജ് പഠിച്ചിട്ടുള്ളവരാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് കോളേജിൽ കൺട്രോൾഡ് ആയത്? ആ കോളേജിൽ സം പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സം പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൂൾസ് ഉണ്ടായിരുന്നു, റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ കൺട്രോൾഡ് ആയത് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ സോഷ്യലൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിനെ കൺട്രോൾഡ് ആക്കി നിർത്തുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും ഫോംസുകള്, ഫസ്റ്റ് കോൾ മാൻഹീമിന്റെ ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, പിന്നെ ഗുർവിച്ചിന്റെ ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, സ്പോണ്ടേനിയസ്, മോർ സ്പോണ്ടേനിയസ്, കിംബൽ യങ്ങിന്റെ പോസിറ്റീവും നെഗറ്റീവും, ലുംബയുടെ ഫിസിക്കൽ ഫോഴ്സ് മെത്തേഡും ഹ്യൂമൻ സിമ്പിൾ മെത്തേഡും, കൂലയുടെ കോൺഷ്യസും അൺകോൺഷ്യസും, ഹെയ്സിന്റെ കൺട്രോൾ ബൈ സാങ്ഷനും കൺട്രോൾ ബൈ സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതാണ് പൊതുവേ ഉള്ള ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത് പോവാം. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് ജനറലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പൊതുവെയുള്ള ഇതിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരിക. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വൺ വേർഡേ വരുള്ളൂ, ഇതിൽ നിന്നായിരിക്കും സെന്റൻസ് ബേസ്ഡ് നിങ്ങൾക്ക് വരിക. ഫോർമൽ ഇത് നമ്മുടെ സിലബസിൽ ചോദിച്ചൊരു കാര്യമാണ്, ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജനറലി ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ടായിട്ടാണ്, ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നും അതേപോലെ തന്നെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന രണ്ട് രീതിയിലായിട്ടാണ് ഇത് തരം തിരിച്ചിട്ടുള്ളത്. സൊസൈറ്റി മേക്ക് വേരിയസ് ഫോംസ് ഓഫ് കൺട്രോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ടൈം ആൻഡ് സിറ്റുവേഷൻ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൈം സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ചിട്ടാണ് സൊസൈറ്റി പലതരത്തിൽ ഫോംസ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. Formal social control means the control of society over individual through formal system or means like law, legislation, military force, police force, etc. ഇത് പഠിച്ചു വെച്ചാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോട്ടോ. ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ മുകളിൽ സൊസൈറ്റി എന്ത് ചെയ്യാണ്, ഫോർമൽ സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാം. ഫോർമൽ സിസ്റ്റം എന്തൊക്കെയാവാം, ലോ ആവാം, ലെജിസ്ലേഷൻ ആവാം, മിലിറ്ററി ഫോഴ്സ് ആവാം, പോലീസ് ഫോഴ്സ് ആവാം അല്ലെ. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും, ലോ ആൻഡ് ലെജിസ്ലേഷൻ. മിലിറ്ററി ഫോഴ്സ്, ബോർഡർ, നമ്മൾ ഒരു ബോർഡർ മുറിച്ചു കടക്കുന്ന സമയത്ത് നമ്മളെ മിലിറ്ററി കൺട്രോൾ ചെയ്യുന്നത്. പോലീസ് ഫോഴ്സ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഹെൽമെറ്റ് ഇടാതെ യാത്ര പോയാല്. നമ്മൾ എല്ലാ രീതിയിലും ഫോർമലി നമ്മളെ സോഷ്യലി അല്ലെങ്കിൽ ഫോർമലി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ദേ ആർ ക്രിയേറ്റഡ് ത്രൂ ഡെലിബ്രേഷൻസ് അല്ലെ, ദേ ആർ ക്രിയേറ്റഡ് ടു ഡെലിബ്രേഷൻസ്. അത് ഡെലിബ്രേഷൻസുകൾ വഴിയാണ് പലതും ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങളിലൂടെയും ആലോചനകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോർമൽ സോഷ്യൽ കൺട്രോൾ വരുന്നത്. ഇപ്പോ എന്താണ്, ഇപ്പൊ IPC സെക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് അറിയാം. ഇപ്പൊ ഒരു ഡൗറി ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഡൗറി ഡെത്ത് എങ്ങനെയാണ്, എന്താ പറയാ, ഡൗറി ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കും. അതിങ്ങനെ പലരും പറഞ്ഞ് അതൊരു നിയമമാക്കി പാസ്സാക്കിയിട്ടുണ്ടാകും അല്ലെ. വയലേറ്റേഴ്സ് ഓഫ് ഫോർമൽ കൺട്രോൾ ആർ ഗിവൺ പണിഷ്മെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് വയലേഷൻ.
ഇപ്പൊ ഒരു ഡൗറി ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ സംഭവിച്ചത് അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലെ, അതിന്റെ വയലേഷന്റെ നാച്ചുറൽ ടൈപ്പിനനുസരിച്ചായിരിക്കും പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഫോമൽ കൺട്രോൾ ക്രിയേറ്റ് ബോഡി ഓഫ് ഒഫീഷ്യൽ വെസ്റ്റഡ് വിത്ത് പവർ ടു എൻഫോഴ്സ് കൺട്രോൾ. ഇറ്റ് ഈസ് ദ കൺട്രോൾ ത്രൂ ഇംപേഴ്സണൽ വേർഡ്സ് അല്ലെ. ഈ ഫോമൽ കൺട്രോൾ എന്ന് പറയുന്നത് അത് നടപ്പിലാക്കാൻ സം ബോഡി ഓഫ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് അതിന്റെ പവർ ഉണ്ടായിരിക്കും. ഇപ്പൊ കോടതി എന്നൊക്കെ പറഞ്ഞത് എന്താണ്, ഒരു ഫോമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഫോമൽ കൺട്രോൾ വരാനുള്ള. ഇപ്പൊ പോലീസ്, മിലിറ്ററി, ഇതൊക്കെ എന്താണ്, കുറച്ച് ഒഫീഷ്യൽസ് വിത്ത് പവർ ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇംപേഴ്സണൽ വേ അല്ലെ, നമ്മളെ ഡയറക്ട്ലി അല്ല ഇംപേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫോമൽ സോഷ്യൽ കൺട്രോൾ. ഫോമൽ രീതിയിൽ ലോ, ലെജിസ്ലേഷൻ, മിലിറ്ററി, പോലീസ്, ഇത് പലതരത്തിലുള്ള ഡിസിഷനിലൂടെയും ഒരുപാട് കാലത്തെ ആലോചനയിലൂടെയും ഒക്കെയാണ് വന്നിട്ടുള്ളത്. വയലേറ്റേഴ്സിന്റെ ടൈപ്പിനനുസരിച്ചിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുക. ഈ പണിഷ്മെന്റ് കൊടുക്കുന്നത് സം വിത്ത് പവർ അല്ലെ, സം ഒഫീഷ്യൽസ് വെസ്റ്റഡ് വിത്ത് പവർ, അങ്ങനെയുള്ളവരായിരിക്കും ഇതിന്റെ എന്ത് ചെയ്യുന്നത്, ഇതിന് പണിഷ്മെന്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ മീൻസ് ദ കൺട്രോൾ പ്രാക്ടീസ്ഡ് ത്രൂ ദ പേഴ്സണൽ ഓർ നോൺ ഒഫീഷ്യൽ ഓർ ഇൻഫോർമൽ വേഴ്സ് അല്ലെ. വളരെ ഇൻഫോർമൽ, അനൗപചാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്. അതൊരു പക്ഷേ പേഴ്സണൽ ആവാം, നോൺ ഒഫീഷ്യൽ ആവാം അല്ലെ, ഒഫീഷ്യലി അല്ല നോൺ ഒഫീഷ്യലി ആവാം. ഇൻ ദിസ് ടൈപ്പ് കൺട്രോൾ നോ നീഡ് ഫോർ ദ ഇംപ്ലിമെന്റിംഗ് ഒഫീഷ്യൽസ്. ഇത്തരത്തിലുള്ള കൺട്രോൾ ഒഫീഷ്യൽസിനെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് പർപ്പസ്ഫുള്ളി ക്രിയേറ്റഡ്. ഇത് നമ്മളിങ്ങനെ വളരെ ആസൂത്രിതമായിട്ട് സൃഷ്ടിച്ച ഒന്നുമല്ല. ദേ ബിക്കം ഡീപ് റൂട്ടഡ് വിത്ത് പീപ്പിൾ ത്രൂ ദെയർ പ്രാക്ടീസസ്. ഇപ്പോ അവരുടെയൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വളരെ കാലമായിട്ട് ഡീപ് റൂട്ട് ചെയ്ത സം കൈൻഡ് ഓഫ് പ്രാക്ടീസസ് ആയിരിക്കും ഈ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫാമിലി, നെയ്ബേഴ്സ്, ട്രൈബ്, റൂറൽ കമ്മ്യൂണിറ്റി, കാസ്റ്റ് എക്സെട്ര ആർ ഇമ്പോർട്ടന്റ് ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ബിലീഫ്, വാല്യൂ, നോം എന്നൊക്കെ പറഞ്ഞത് ഇൻഫോർമൽ വരും. കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് കാലത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ ഡീപ് റൂട്ട് ചെയ്തതാണ് അല്ലെ. നമ്മുടെ കസ്റ്റം, നമ്മുടെ നമ്മുടെ മതവിശ്വാസങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ കൺട്രോൾ ചെയ്യും. അത്തരത്തിലുള്ള അത് പറയാം, ഈ മതവിശ്വാസങ്ങൾ വളരെ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത ഒന്നും അല്ല അല്ലെ. അപ്പൊ നമുക്ക് വളരെ ജനറേഷൻ വൈസ് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അങ്ങനെ ജനറേഷൻ വൈസ് അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ അതാണ് ഇൻഫോർമൽ. അപ്പൊ രണ്ട് രീതിയാണ് ഫോമൽ, അത് ഫോമൽ ആയിക്കൊണ്ട് ആലോചിക്കാം, ഇൻഫോർമൽ വളരെ ഇൻഫോർമൽ ആയിക്കൊണ്ട് ആലോചിക്കാം. ക്ലിയർ ആണോ? Yes, ma'am. അടുത്തത് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇതും നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യമാണ്, മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ കേട്ടോ. എൽ ബെർണാഡ് ക്ലാസിഫൈഡ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആസ് എക്സ്പ്ലോയിറ്റേറ്റീവ് സച്ച് ആസ് പണിഷ്മെന്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് സച്ച് ആസ് എഡ്യൂക്കേഷൻ. എൽ ബെർണാഡ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെ എക്സ്പ്ലോയിറ്റേറ്റീവ് എന്നും കൺസ്ട്രക്റ്റീവ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റേറ്റീവ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് എന്നൊരർത്ഥം, കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്നർത്ഥം. ഹി സ്പീക്സ് ഓഫ് ദം ആസ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മീൻസ്. അതായത് നമ്മൾ കോൺഷ്യസ് അൺകോൺഷ്യസ് ടൈപ്പ് ഓഫ് കൺട്രോളിങ് CH കൂലയുടെ പഠിച്ചു അല്ലെ, അതേപോലെ തന്നെ അതിന്റെ ഒരു അർത്ഥത്തിലാണ് എൽ ബെർണാഡ് ഈ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെ എക്സ്പ്ലോയിറ്റേറ്റീവ്, കൺസ്ട്രക്റ്റീവ് എന്ന രീതിയിൽ പറഞ്ഞത്. അതായത് എക്സ്പ്ലോയിറ്റീവ് പണിഷ്മെന്റ് രീതിയിൽ, എഡ്യൂക്കേഷൻ രീതിയിൽ, ആ രീതിയിൽ. ദെൻ F.E. Lumley classified them as based on symbols, symbol based, അതായത് റിവാർഡ് കൊടുക്കുക ആൻഡ് ഫോഴ്സ് സച്ച് ആസ് പണിഷ്മെന്റ് വഴി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെ തിരിച്ചിട്ടുണ്ട്. ദെൻ കിംബൽ യങ് അനലൈസ് ദം ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. Carl Mannheim speaks of them as informal, such as norms, values, folkways, more custom, belief system, ideology, and public opinion. Formal, which include among others education, law, and coercion. അല്ലെ, ഇവിടെ നമ്മൾ നോക്കുന്നത് മീൻസ് സോഷ്യൽ കൺട്രോൾ പ്രധാനമായിട്ട് നോക്കുന്നത് കോൾ മാൻഹൈമിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് വെക്കുക. പ്രത്യേകിച്ച് എൽ ബെർണാഡിനെ ഒന്ന് നോക്കിയിട്ട് വെക്കാം. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് സോഷ്യൽ കൺട്രോൾ. നമ്മൾ പലതരത്തിലുള്ള ഇൻഫോർമൽ, ഫോർമൽ സോഷ്യൽ കൺട്രോൾ പഠിച്ചു. അതിൽ ഓരോന്നും വ്യക്തമായിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ സിസ്റ്റം വഴി നമുക്ക് ഫോർമലി സോഷ്യൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോർമലി സോഷ്യൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ലോ ആണ് അല്ലെ. ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമം എന്ന് പറയാം അല്ലെ.
Law is agency of formal control that emanating from political agencies. നമ്മുടെ രാഷ്ട്രീയ ഏജൻസികൾ വഴി പുറപ്പെടുന്ന ഒരു ഫോർമൽ കൺട്രോൾ ആണ് ലോ എന്ന് പറയുന്നത്. Laws are the general condition of human activity prescribed by the state for its members. ഓരോ സ്റ്റേറ്റും അവന്റെ മെമ്പേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിന്റെ മേലിൽ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ജനറൽ കണ്ടീഷനാണ് ലോ എന്ന് പറയാം അല്ലെ. ഇപ്പൊ എല്ലാത്തുണ്ട്, ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യണം. then അതേപോലെ തന്നെ ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇന്റൻസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ശിക്ഷ കൊടുക്കുന്നത്, ജുവനൽ ഡെലിക്വൻസിക്ക് എത്രത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ലോ അവന്റെ മനുഷ്യനെ കൺട്രോൾ, ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. It is enacted by a proper law making authority. It is definite, clear and precise. ഒരു ലോ എന്ന് പറയുന്നത് ഒരു മേക്കിംഗ് അതോറിറ്റി അതിനുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അത് ലോകസഭയിൽ പാസ്സാവണം, രാജ്യസഭയിൽ പാസ്സാവണം, അവസാനത്ത് പ്രസിഡന്റ് ഒപ്പുവെക്കണം. അപ്പൊ സ്ത്രീ വോട്ട് അല്ലെ, സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം 33% ലോകസഭയിൽ ഉയർത്തിയത്, ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പിന്നീട് പ്രസിഡന്റ് ദ്രൗപദി മുർമു അത് സൈൻ ചെയ്തു അല്ലെ. അതെന്തായിരിക്കണം, നമ്മള് ഇപ്പൊ ഒരു ലോകസഭയിൽ ഇത്ര ഒരു വുമൺ പാർട്ടിസിപ്പേഷൻ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരു ലോ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രോപ്പർ വേ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പൊ ഒരു ഡൗറി ഡെത്ത് എന്ന് പറയുമ്പോൾ ആ ഡൗറി ഡെത്ത് ഒരു മരണം സംഭവിച്ചു, കല്യാണം കഴിഞ്ഞ് 7 വർഷമായപ്പോത്തിന് സ്ത്രീയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഡൗറി ഡെത്ത് ആണോ എന്ന് എങ്ങനെയാ നിൽക്കുക. മേ ബി ആ ഒരു ഹ്യൂമൻ ബോഡിയിൽ, ആ ഒരു ഡെഡ് ബോഡിയിൽ എന്തുണ്ടായിരിക്കണം, ബേൺ ചെയ്ത പാടോ അല്ലെങ്കിൽ അടിച്ച പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗറി ഡെത്ത് ആയിട്ട് പിന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അങ്ങനെയൊക്കെ എന്തായിരിക്കും, പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് എന്തെങ്കിലും ഒരു ഹ്യൂമൻ അബ്യൂസ് അവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇത്ര വർഷത്തെ തടവും ഇത്ര വർഷത്തെ ശിക്ഷയും കൊടുക്കണം. അതാണ് ഡെഫിനിറ്റ്, ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഓക്കെ. Laws are the product of conscious thought and a deliberate attempt. It is a code of social and individual behavior. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഒന്നാണ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, കോൺഷ്യസ് തോട്ടിൽ വരുന്ന ഒന്നാണ് ലോ എന്ന് പറയുന്നത്. ആൻഡ് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് അല്ലെ, വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ ലോ എന്ന് പറയുന്നത് അല്ലെ. ഒരു പണിഷ്മെന്റ് കൊടുക്കണം നമ്മൾ ബോധപൂർവമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ്. ഒരാൾ ഒരു റേപ്പ് കേസിലെ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ് നടത്തിയൊരു വ്യക്തി വരികയാണെങ്കിൽ അയാൾക്ക് ഇത്തരത്തിലൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ്. ദെൻ ഇത് നമ്മുടെ സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ ഒരു കോഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത്, അല്ലെങ്കിൽ ഒരു പെരുമാറ്റ ചട്ടമായിട്ട് ലോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ലോ ഇസ് എ ഫോർമൽ മീൻസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫോർമൽ ആണ്, അതുണ്ടാക്കുന്ന അതോറിറ്റി ഉണ്ടായിരിക്കും, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ കോൺഷ്യസ് ആക്ടിവിറ്റി ആയിരിക്കും. അതാണ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. വളരെ ഫോർമൽ സോഷ്യൽ കൺട്രോളിലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഈസ് an agency of socialization through which man studies his society, social institution and control. അല്ലെ, എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസിയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, എഡ്യൂക്കേഷൻ വഴി നമ്മൾ പലരെയും പരിചയപ്പെടുന്നു, അതുവഴി നമ്മൾ സോഷ്യലൈസേഷന്റെ ഭാഗമാവുന്നു. ഇവിടുന്ന് ഒരു മാൻ എന്ത് ചെയ്യുന്നു, തന്റെ സൊസൈറ്റിയെ പഠിക്കുന്നു, തന്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കുന്നു, കൺട്രോളിങ് സിസ്റ്റത്തെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ വഴി പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ബേസിക് എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി എന്താണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഇന്ത്യയിൽ പലതരത്തിലെ കൾച്ചേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ദർ ആർ സോ മച്ച് കൈൻഡ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഫാമിലി എങ്ങനെയാണ്, നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയാണ്, നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്. ദർ ആർ സം കൈൻഡ് ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം. നമുക്ക് പോലീസ് എന്ന് പറയുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട്. ലോ എന്നിപ്പോ നമ്മള് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രപതി എന്താണ്, ഉപരാഷ്ട്രപതി എന്താണ്, പ്രസിഡന്റിന്റെ ചുമതലകൾ എന്താണ്, എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക, ദെൻ ഇലക്ഷൻ എങ്ങനെയാണ്, ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ എന്താണ് എഡ്യൂക്കേഷൻ വഴി നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഓരോരോ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ത്രൂ കൺട്രോൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ദ എഡ്യൂക്കേഷൻ ആൾസോ ട്രാൻസ്ഫോം ദ നോളജ് ഫ്രം വൺ ജനറേഷൻ ടു അതർ. അല്ലെ, ഇപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്, ത്രൂ എഡ്യൂക്കേഷൻ മോൾഡ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. അല്ലെ, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ത്രൂ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വ്യക്തിനെ നല്ല സ്വഭാവത്തിലാക്കി മാറ്റാം എന്നാണ് പറയുന്നത്. അടുത്തതാണ് കൊയിഷൻ. അല്ലെ, കൊയിഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊയിഷൻ ഈസ് an expression of power used to compel an individual or group to follow a cause or causes of action derived by another
ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഇവിടെ എന്താ വെച്ചാല് ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു രീതി നമ്മളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു രീതി നമ്മൾ പിന്തുടരുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ കോയിഷൻ ക്യാൻ ബി ആൻ ആക്ഷൻ ത്രൂ ഫിസിക്കൽ ഫോഴ്സ് ലൈക്ക് അറസ്റ്റ് ദ ക്രിമിനൽസ്, കീപ്പിംഗ് ക്രിമിനൽസ് ഇൻ ജയിൽ. ഇപ്പൊ നമ്മൾ കുറ്റവാളികളെ എന്ത് ചെയ്യാണ്, ബലം പ്രയോഗിച്ചിട്ട് ജയിലിലാക്കില്ലേ അല്ലെ, നമ്മൾ അതെന്താണ്, അതൊരു ഫോമൽ സോഷ്യൽ കൺട്രോൾ ആണ്. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞ ഹെയ്സിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഹെയ്സിയുടെ തന്നെ പറഞ്ഞ നമ്മള് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നതാണ്, അതായത് നമ്മൾ ഫിസിക്കൽ ഫോഴ്സ് വഴി നമ്മൾ കൺട്രോൾ ചെയ്യാം. It is an extreme form of violence. State is the only association which is empowered to use coercion in social control. സ്റ്റേറ്റിന് മാത്രമേ ഈ പവർ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് മാത്രമാണ് എടുക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റിന്റെ ഒരു പാർട്ടാണ് പോലീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഏജന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ ത്രൂ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഏജൻസീസ്. ഇത് സോഷ്യൽ കൺട്രോളിന്റെ ഇൻഫോമൽ ആൻഡ് അതായത് ഫോമൽ ആൻഡ് ഇൻഫോമൽ ഏജൻസീസിന്റെ സോഷ്യൽ കൺട്രോൾ ഏജന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ കോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബലമായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിസിക്കൽ ഫോഴ്സ് എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഫിസിക്കൽ ഫോഴ്സ് വഴി ഒരാളെ നമ്മൾ നിർബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ കൺട്രോൾ ചെയ്യുക, ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക, അതാണ് കോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ 3 നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. ഈ 3 വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ലോ എന്താണ്, എഡ്യൂക്കേഷൻ എന്താണ്, കോഷൻ എന്താണ്. ലോ എന്ന് പറയുമ്പോൾ അതെന്താണ്, പൊളിറ്റിക്കൽ ഏജൻസീസ് വഴി മാനേജ് ചെയ്യുന്ന ഒന്നാണ്. ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ മേലെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. പ്രോപ്പർ ലോ മേക്കിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും, അത് വഴി ഡെഫിനിറ്റ്, ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കും. പിന്നെ ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് നടത്തുന്ന ഒന്നായിരിക്കും. 1 സെക്കൻഡ്. ദെൻ അടുത്തത് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സോഷ്യലൈസേഷന്റെ ഒരു ഏജൻസി ആണ്. ദെൻ അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ വഴി മനുഷ്യൻ എന്ത് ചെയ്യുന്നു, തന്റെ സൊസൈറ്റിയെ കുറിച്ചിട്ടും തന്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും തന്റെ കൺട്രോളിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഈ കിട്ടിയ എഡ്യൂക്കേഷൻ മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ദെൻ കോഷൻ ഫിസിക്കൽ ഫോഴ്സ് എന്ന് ആലോചിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് അല്ലെ. ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമൽ ആയിട്ട് അനൗപചാരികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റംസ് ആണ് അല്ലെ. കസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആചാരങ്ങൾ എന്നൊക്കെ പറയാം. കസ്റ്റംസ് മീൻസ് എ ഫോം ഓഫ് സോഷ്യൽ ബിഹേവിയർ ഹാവിംഗ് പെർസിസ്റ്റഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം വിത്ത് എ ഡിഗ്രി ഓഫ് സോഷ്യൽ റെക്കഗ്നേഷൻ. നമ്മൾ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ കസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സോഷ്യൽ റെക്കഗ്നേഷനിലൂടെ നമ്മളെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ ആണ് ഈ കസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ ബിഹേവിയർ ആണ് കസ്റ്റം എന്ന് പറയുന്നത്. ഒരു പരിധി വരെയൊക്കെ നമ്മൾ നിലനിർത്തുന്ന ഒന്നാണ്, സോഷ്യൽ റെക്കഗ്നേഷൻ വഴി നിലനിർത്തുന്ന ഒന്നാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. ദെൻ കസ്റ്റം ആർ ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് കസ്റ്റം എന്ന് പറയാം. നമുക്ക് ഓരോ ദിവസം എങ്ങനെയാണ് പോവേണ്ടത് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ എങ്ങനെയാണ് സോഷ്യലി ബിഹേവ് ചെയ്യേണ്ടത് നമുക്കറിയാം, അതന്നെ. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് കൾച്ചർ, കൾച്ചറുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്ത ഒന്നാണ്. കസ്റ്റം റിലേറ്റഡ് വിത്ത് റിലീജിയന്, കാസ്റ്റ് പ്രാക്ടീസസ് എക്സെട്ര റെഗുലേറ്റ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് റിലീജിയനുമായിട്ടും കാസ്റ്റുമായിട്ടും പ്രാക്ടീസസുമായിട്ടും വളരെ അടുത്ത് കിടക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, കസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പിന്തുടർന്ന് പോരുന്ന ആചാരങ്ങളാണ്. ഇപ്പൊ ഈ ആചാരങ്ങൾ വളരെ നല്ല ആചാരങ്ങൾ ഉണ്ടായിരിക്കും, ചീത്ത ആചാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നല്ല ആചാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സോഷ്യലി കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ ഇപ്പൊ ബുദ്ധമതത്തിലൊക്കെ ഉണ്ട്, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ, സം കൈൻഡ് ഓഫ് എ സോഷ്യൽ കൺട്രോൾ അല്ലെ. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അംഗീകരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്ക്വേസ് ആൻഡ് മോഡ്സ് ആണ് കേട്ടോ. ഫോക്ക്വേസ് ആൻഡ് മോഡ്സ്. Folkways provide a traditional definition of proper ways of behaving in a particular society. ഒരു
പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള നമ്മുടെ പെരുമാറ്റത്തിന്റെ ഒരു ട്രഡീഷണൽ ഡെഫിനേഷനാണ് നമ്മൾ ഫോക്വേഴ്സ് എന്ന് പറയാം. നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതിനെയാണ് ഫോക്ക് വേ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലി മീൻസ് ദ വേസ് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ദ വേ ഓഫ് പീപ്പിൾ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. പ്രധാനമായിട്ട് ഈ പുരാതന പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ആളുകൾ എങ്ങനെയൊക്കെയാണോ ജീവിച്ചിരുന്നത് അതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എത്ര മോഡേണൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില ലളിതമായിട്ടുള്ള നമ്മൾ ജീവിച്ച ലളിത സമൂഹത്തിന്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ തലമുറ അത്രത്തോളം അങ്ങോട്ട് ഫുള്ളി മോഡേണൈസ്ഡ് ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റീസ് പീപ്പിൾ ആർ കൺട്രോൾഡ് ത്രൂ ദെയർ കൾച്ചറൽ പ്രാക്ടീസ് അല്ലെ. ഈ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ കൾച്ചറൽ പ്രാക്ടീസിനെ കൂടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. പലപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മൃഗബലി അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഫോക്ക് വേ ആൻഡ് മോഡ്സ് വഴിയായിരിക്കും. മോഡ്സ് ആർ ദോസ് സോഷ്യൽ നോംസ് ദാറ്റ് പ്രൊവൈഡ് ദ മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഓഫ് എ ഗ്രൂപ്പ്. മോർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയറിനെ എന്ത് ചെയ്യാന്നാണ്, ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയറിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സോഷ്യൽ നോംസ് എന്ന് അല്ലെങ്കിൽ മോർസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പില് പലതരത്തിലുള്ള പെരുമാറ്റത്തിന് ബിഹേവിയറിന്റെ മോറൽ സ്റ്റാൻഡേർഡിന് നൽകുന്ന സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെയാണ് നമ്മൾ മോർസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബിഹേവിയർ ഉണ്ടായിരിക്കും, നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും അല്ലെ. ആ ബിഹേവിയറിന് ഒരു മോറൽ സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന അല്ലെ, ഒരു മൊറാലിറ്റി കൊടുക്കുന്ന സോഷ്യൽ നോംസിന് നമുക്ക് എന്ത് പറയാം, മോർസ് എന്ന് പറയാം അല്ലെ. ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇപ്പൊ നമ്മുടെ റിലീജിയൻ നമ്മളോട് അനുശാസിക്കുന്ന കുറച്ച് മോറൽ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഇപ്പൊ ഇസ്ലാം മതത്തിലാണെങ്കിൽ തട്ടം ധരിച്ച് നിങ്ങൾ നടക്കുക, ഹിന്ദു റിലീജിയനിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ വിവാഹത്തിൽ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് മോർസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മൊറൽസ് ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് നോംസ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് നോംസ്. ഇത് നമ്മുടെ നോംസിലും കൂടി, അത് നോംസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ്, മാനദണ്ഡങ്ങൾ, നമ്മൾ ജീവിക്കാൻ കുറച്ച് നോംസുകൾ വേണ്ടി വരും അല്ലെ. നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത്. അങ്ങനെ ത്രൂ മോർസ് ദ കമ്മ്യൂണിറ്റി ഓർ ഓർഗനൈസേഷൻ കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ. ഇവിടെ ഈ മോഡ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വഴിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വഴിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡ്, ഇപ്പൊ വരും. ഓക്കെ, ഫോക്ക് വേസ് ആൻഡ് മോഡ്സ് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോക്ക് വേ എന്താണ്, മോർ എന്താണ്, ഇതെല്ലാം ഇതിൽ നോക്കേണ്ടത്. ഇതൊരു ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്നാണ് ആലോചിക്കേണ്ടത്. അത് നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസ് വഴിയും നമ്മുടെ മൊറാലിറ്റി സൈഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ സോഷ്യലി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഫോക്ക് വേ എന്താണ്, മോർ എന്താണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഈ കസ്റ്റം, ഫോക്ക് വേ, മോർ, നോം ഇതൊക്കെ ഒരേപോലെ തോന്നും. എന്നാൽ ഇതിനൊക്കെ പ്രത്യേക ഡെഫിനേഷൻ ഉണ്ട്, അതൊന്നും നമ്മുടെ സിലബസിൽ വരുന്നില്ല. അപ്പൊ അത് അത്രത്തോളം കൺസേൺ ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലീജിയൻ ആണ് അല്ലെ. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ ആൻഡ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആണ്, നമ്മുടെ ഒരു ഇൻഫോർമൽ ഏജൻസിയും കൂടിയാണ്. സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഇൻഫോർമൽ ഏജൻസിയും കൂടിയാണ്. ഇറ്റ് കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ത്രൂ സം റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ റിലീജിയനിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് റൂളുകളും പ്രാക്ടീസസും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. അത് ഏതൊരു റിലീജിയനായാലും സം കൈൻഡ് ഓഫ് കൺട്രോളിങ് നിർബന്ധമാണ്, അത് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സോഷ്യലി കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് മൊറാലിറ്റി ആണ് അല്ലെ, നമ്മുടെ ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മിക ബോധം എന്നൊക്കെ പറയാം.
ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് റിലീജിയൻ. ഇത് വളരെ റിലീജിയനുമായിട്ട് എടുത്തു കിടക്കുന്ന ഒന്നാണ്. കാരണം റിലീജിയൻ വഴിയാണ് നമുക്ക് മൊറാലിറ്റി കിട്ടുന്നത്. ഇറ്റ് ഇസ് എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് കൺസേൺഡ് വിത്ത് ഗുഡ് ആൻഡ് എവിൾസ്. ഇപ്പൊ നല്ലത് ഏത്, ചീത്തത് ഏത്, അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ കൊല്ലാൻ പാടില്ല, അത് ചീത്ത കാര്യമാണ്. ഒരാളെ സഹായിക്കുക, അത് ഗുഡ് കാര്യമാണ്. അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ത്രൂ മൊറാലിറ്റി ഇൻഡിവിജ്വൽ ഫീൽ ദാറ്റ് സോഷ്യൽ കൺട്രോൾ ഈസ് ഗുഡ് ഫോർ സൊസൈറ്റി ആൻഡ് നെസസറി ഫോർ സോഷ്യൽ കൺട്രോൾ. ഒരു ഇൻഡിവിജ്വൽ തന്റെ മൊറാലിറ്റിയോട് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഗുഡ് ആണ്. അതേപോലെ തന്നെ സോഷ്യൽ കൺട്രോളിന് മൊറാലിറ്റി ആവശ്യമാണ് അല്ലെ. മൊറാലിറ്റി വഴിയാണ് നമ്മൾ പലപ്പോഴും ഓക്കെ ഇത് സൊസൈറ്റിക്ക് നല്ലൊരു കാര്യമാണ് അല്ലെ. നല്ല ഇപ്പൊ നമ്മളിന്ന് പല കാര്യങ്ങളും പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല, ഓക്കെ ഇത് സൊസൈറ്റിക്ക് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതെന്താണ്, നമ്മുടെ ഒരു മോറൽ സൈഡ് കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ചില ചീത്ത വാക്കുകൾ മറ്റുള്ളവരെ ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ മോറൽ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഒക്കെ തെറ്റാണ്. ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുമല്ലോ, അതാണ് നമ്മുടെ മോറൽ സൈഡ് എന്ന് പറയുന്നത്. അടുത്താണ് നോംസ്. നോംസ് ആർ റൂട്ടഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേ പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ആർ റെഗുലേറ്ററി ഇൻ ക്യാരക്ടർ. ദീസ് പ്രൊവൈഡ് ഫോർ ദ ഗൈഡ് ലൈൻ ഫോർ ആക്ഷൻ. നോംസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ ഓരോ, ഇപ്പൊ ഒരു ഫാമിലിക്ക് ഓരോ നോംസുകൾ ഉണ്ടാവും, ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ആ നോംസുകളാണ് നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബിഹേവിയർ സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്യുന്നൊക്കെ എന്താണ്, ഈ നോമുകളാണ്. ദീസ് പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻ ഫോർ ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നോംസുകളാണ്. ഓരോ ഫാമിലിക്കും ഓരോ സൊസൈറ്റിക്കും ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ നോമുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആക്ഷന്റെ ഗൈഡ് ലൈനും ഒക്കെ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയോളജി ആണ് അല്ലെ. നമ്മുടെ പ്രത്യയശാസ്ത്രം എന്നൊക്കെ മലയാളത്തിൽ പറയാം. നമ്മുടെ ഐഡിയോളജികൾ, നമ്മുടെ ഐഡിയാസുകൾ അങ്ങനെ പറയാം. സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് തിങ്കിങ് ഈസ് ഐഡിയോളജി അല്ലെ. ഇവിടെ പറയുന്നത് സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് തിങ്കിങ്. സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് തിങ്കിങ്ങിന് നമുക്ക് എന്ത് പറയാം, ഐഡിയോളജി എന്ന് പറയാം. സോഷ്യൽ തിങ്കിങ് ഹാസ് ആൾവേസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഐഡിയോളജി. സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ തിങ്കിങ്ങും ഐഡിയോളജി ബേസ്ഡ് ആയിരിക്കും. അവർ സോഷ്യൽ തിങ്കിങ് ഹാസ് റിമൈൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വർണ്ണാശ്രമ ധർമ്മ, പുനർജന്മം ആൻഡ് ധമ്മ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ വർണ്ണാശ്രമ ധർമ്മം, പുനർജന്മം, ധമ്മ അതൊക്കെ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ പറയും മുൻജന്മത്തിൽ അങ്ങനെയായിരുന്നു, ഇനി നമുക്ക് പുനർജനിക്കും. പിന്നെ ധമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ധർമ്മങ്ങൾ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ ഇസ്ലാം മതത്തിലൊക്കെ പറയുകയാണെങ്കിൽ സ്വർഗം, നരകം അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഐഡിയോളജികളാണ്, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളാണ്. അത് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക. നല്ലത് ചെയ്താൽ നമ്മൾ സ്വർഗത്ത് പോകും, ചീത്തത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നരകത്ത് പോകും. ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ തന്നെയാണ്. ദെൻ ഹിന്ദുസിലും അങ്ങനെ തന്നെയാണ്. ദെൻ അവര് പറയുന്നു പുനർജനിക്കും, നമ്മള് ഇപ്പൊ എന്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയായിരിക്കും, ഞാൻ പുനർജനിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ദെൻ ധമ്മ, നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങൾ അല്ലെ. നമ്മൾ നല്ലത് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഐഡിയോളജി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ മരിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഡെത്ത് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഐഡിയോളജി, ആ രീതിയിലുള്ള ഐഡിയോളജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ സജഷൻസുകളാണ്. സോഷ്യൽ സജഷൻസ്, സാമൂഹിക നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സോഷ്യൽ സജഷൻസ് ആൻഡ് ഐഡിയാസ് ആർ ആൻ ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ. നമ്മുടെ സോഷ്യൽ കൺട്രോളിന്റെ വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് മെത്തേഡാണ് സോഷ്യൽ സജഷൻ എന്ന് പറയുന്നത്. ത്രൂ ദീസ് സജഷൻ ആൻഡ് ഐഡിയോളജീസ് ദ സൊസൈറ്റി കൺട്രോൾ ദ ബിഹേവിയർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഒരു പണ്ട് കാലത്തൊക്കെ ഈ നാട്ടുകൂട്ട യോഗങ്ങളൊക്കെ നടക്കുമായിരുന്നു അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കും, പലതരത്തിലുള്ള സജഷൻസുകൾ വരും, സോഷ്യലി ഉള്ള സജഷൻസ് വരും. അന്ന് ഈ പറയുന്ന ലോ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിയമങ്ങളോ കോടതികളോ അന്നില്ല. പക്ഷെ അവിടെ എന്താണ്, ആ നാട്ടുകൂട്ടം തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അവർ കൊടുക്കുന്ന സജഷൻസുകൾ, അവർ കൊടുക്കുന്ന ഐഡിയോളജീസ് വഴിയാണ് ഒരു വ്യക്തിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അപ്പൊ കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ്, അത് ത്രൂ ലോ, ഒരു വലിയ ഒഫീഷ്യലോ വലിയൊരു പവർ മേക്കിങ്ങോ ഒന്നും അല്ല ചെയ്യുന്നത്. ത്രൂ സോഷ്യൽ ആൾക്കാർ സോഷ്യൽ സജഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു ഇൻഫോർമലി അവരെ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ 7 ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ: കസ്റ്റം, ഫോക്ക് വേസ് ആൻഡ് മൂവ്സ്, റിലീജിയൻ, മൊറാലിറ്റി, നോംസ്, ഐഡിയോളജി, സോഷ്യൽ സജഷൻ. ക്ലിയർ ആണോ? ഓക്കെ. Then
അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എങ്ങനെയൊക്കെയാണ് നമുക്ക് സോഷ്യൽ കൺട്രോളിനെ ഏതൊക്കെ ഏജൻസികൾ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ല ചിലപ്പോൾ ഇങ്ങനെ വരാട്ടോ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ കുറച്ച് ഓപ്ഷൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് സോഷ്യൽ കൺട്രോൾ ഏജൻസികളെ എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ഔട്ട് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി ആണ് കേട്ടോ. ഫാമിലി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് instrument of agency of social control ആണ്. On the one hand it socializes an individual and on the other it trains him about the social behavior. അല്ലെ, ഇതൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, അപ്പുറം സൈഡ് നോക്കുകയാണെങ്കിൽ അവന്റെ സോഷ്യൽ ബിഹേവിയർ ട്രെയിൻ ചെയ്തെടുക്കുന്നു ചെയ്യുന്നു. ഒരു വ്യക്തിനെ സോഷ്യലൈസ് ചെയ്യുകയും ആ വ്യക്തിയുടെ സോഷ്യൽ ബിഹേവിയർ ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ ഏജൻസിയാണ്. നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത് അല്ലെ, ഫാമിലിയിൽ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത്, അവന്റെ അച്ഛൻ അമ്മ അവന്റെ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ഒന്ന് അവൻ ഇന്ററാക്ട് ചെയ്യുന്നു, അതുവഴി എന്ത് ചെയ്യുന്നു, അവന് സോഷ്യലൈസ്ഡ് ആവുന്നു. ദെൻ ഫസ്റ്റ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് തന്റെ സ്വഭാവം പഠിക്കുന്നത് അവിടെയാണ്. അപ്പൊ അവന്റെ സോഷ്യൽ ബിഹേവിയർ നല്ല രീതിയിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികളോട് തെറ്റ് ചെയ്യുമ്പോൾ നോ എന്ന് നമ്മൾ പറയൂലേ, അപ്പൊ എന്താണ് അവന്റെ സോഷ്യൽ ബിഹേവിയർ നല്ലതാക്കാൻ നമ്മൾ അപ്പോഴേ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഒരു രാജ്യം എന്നൊക്കെ പറയാം. ദ സ്റ്റേറ്റ് ആസ് ദ സൊസൈറ്റീസ് ഓവറോൾ റെഗുലേറ്റീവ് സിസ്റ്റം. നമ്മുടെ സൊസൈറ്റിന്റെ ഓവറോൾ റെഗുലേറ്റീവ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയാം. ഈസ് ദ ചീഫ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിന്റെ ചീഫ് ഏജൻസി എന്നാണ് സ്റ്റേറ്റ് നമുക്ക് പറയാം. ഇറ്റ് എക്സസൈസ് കൺട്രോൾ ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ ലെജിസ്ലേഷൻ, പോലീസ്, ആംഡ് ഫോഴ്സ് ആൻഡ് ദ പ്രിസൺ. അല്ലെ, ഇത് എങ്ങനെയാണ് തന്റെ മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, നിയമങ്ങൾ വഴിയാവും, പോലീസ് വഴിയാവും, ആംഡ് ഫോഴ്സ് വഴിയാവും, പ്രിസൺ വഴിയാവും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലാണ് സ്റ്റേറ്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ ആർ പവർഫുൾ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഏജൻസീസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ കമ്മിറ്റഡ് ടു ദ മോൾഡിംഗ് ഓഫ് സിറ്റിസൺസ്. സ്കൂളിലാണ് ഒരു വ്യക്തിയുടെ എന്താ പറയാ ബിഹേവിയർ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുന്നത്. Formal education in modern societies communicate ideas and values which play a larger part in regulating behavior. ഫോമൽ എഡ്യൂക്കേഷൻ, നമ്മുടെ മോഡേൺ സൊസൈറ്റിയിലെ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഐഡിയാസും വാല്യൂസും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്ത് അവരവരുടെ ഐഡിയാസും വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യൂ അല്ലെ. അപ്പൊ ആ സമയത്ത് നല്ലത് ഏത് ചീത്തത് ഏത്, നമ്മളെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒരാളാണെങ്കിൽ അത് നമ്മൾ അബ്സോർബ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ശ്രമിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ആണ്. The neighborhood reinforce the individual family as an agency of social control. In the neighborhood, group control traditionally take the form of mores. They are kept alive and enforced by the older members of the locality. ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ നെയ്ബർഹുഡിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ഒരു നെയ്ബർഹുഡ് നമ്മളെ വളരെ ട്രഡീഷണലി നമ്മൾ കൺട്രോൾ ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങളറിയാം മറ്റുള്ളവർ എന്ത് കാണും, അയൽപക്കം എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മോഡ്സുകൾ ഫോം ചെയ്യാനും നമ്മൾ വളരെ അലൈവായിട്ട് നിർത്താനും നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു മെമ്പർ ആയിട്ട് നിലനിർത്താനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നെയ്ബർഹുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പബ്ലിക് ഒപ്പീനിയൻ. Public opinion means the prevailing and predominant attitude and judgment of the members of community on given issues of general controversy as determined by public. Democratic countries give significant place to public opinion. ഈ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം എന്ന് പറയാം. ഇവിടെ വെച്ചുകഴിഞ്ഞാല് ഏറ്റവും വളരെയധികം പ്രിവൈലിംഗും പ്രീഡോമിനന്റും ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയാം, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ജനറൽ കോൺട്രവേഴ്സിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം ഈ ഡെമോക്രാറ്റിക് കൺട്രീസിൽ കൊടുക്കും.
ഡെമോക്രാറ്റിക് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയമാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടെങ്കിൽ പല ജനങ്ങളും ആര് ജയിക്കും ആര് തോൽക്കും നിങ്ങൾ കണ്ടായിരിക്കും ന്യൂസിലൊക്കെ അല്ലെ. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു പുതിയൊരു കേസ് വരികയാണെങ്കിൽ അതിനെതിരെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ നോക്കും. ഒരു പുതിയ നിയമം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജനങ്ങളുടെ ഇഷ്ടം നോക്കും അല്ലെ. ജനങ്ങൾ അതിനെ സമ്മതിക്കുന്നുണ്ട്. ആദ്യം ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കുന്നത് അത് ജനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ജനങ്ങളിൽ അത് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് ലോകസഭയിലേക്ക് വരെ പോകുന്നത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അതൊരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉള്ള കൺട്രി ആണെങ്കിൽ പക്ഷെ പബ്ലിക് ഒപ്പീനിയൻ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ സ്പെസിഫിക് ടോപ്പിക്. ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അഭിപ്രായങ്ങളെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇത് സോഷ്യൽ കൺട്രോളിന്റെ ഇൻഫോർമൽ ഏജൻസിയാണ്. കാരണം എന്താണ്, ഒരു നിയമം പാസ്സാക്കുന്നതിന് ജനങ്ങൾ എതിർക്കുകയാണെങ്കിൽ അത് ഇൻഫോർമൽ ആയിട്ട് എതിർക്കുന്നതാണ് അല്ലെ. ഇറ്റ് ഈസ് ആൾസോ ഹെൽപ് ടു മോൾഡ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിന്റെ ഒരു മോൾഡ് ഓഫ് ബിഹേവിയറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ്, ഒരു കാര്യമാണ്, പഠിച്ചു വെക്കുക. കാരണം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് പബ്ലിക് ഒപ്പീനിയൻ നടക്കുള്ളൂ. അതാണ് പലപ്പോഴും എന്തിന്റെ ഒരു ജനറൽ കോൺട്രവേഴ്സിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സന്ദർഭം നിങ്ങൾക്ക് തരികയാണ്, ഇന്ന സമയത്ത് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ രീതിയിൽ കൺട്രോൾ ചെയ്തു, ഇത് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്, ആ രീതിയിൽ വരും. അടുത്താണ് പ്രൊപ്പഗോണ്ട അല്ലെ, പ്രചരണം എന്നൊക്കെ പറയുന്നത്. പ്രൊപ്പഗോണ്ട മീൻസ് അഡ്വർടൈസ്മെന്റ് അല്ലെ. അഡ്വർടൈസ്മെന്റ് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പരസ്യം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ഓർ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻ എനി സ്പിയർ. ഈ പ്രൊപ്പഗോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു മേഖലയിലും നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക് ഒപ്പീനിയനെയും അതേപോലെ തന്നെ അവന്റെ നിലപാടുകളെയൊക്കെ സ്വാധീനിക്കാൻ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ നടത്തുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് പ്രൊപ്പഗോണ്ട എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പോ സിസ്റ്റമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യാണ്, ഇടപെടുകയാണ്. അപ്പോ എന്താ പറയാ, അപ്പോ ആ രീതിയിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു റേപ്പ് കേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാർത്താ മാധ്യമങ്ങള് കൂടുതലായിട്ട് ഇങ്ങനെ വരും അല്ലെ. പബ്ലിക് ഒപ്പീനിയൻ ആളുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി ഇങ്ങനെ എന്ത് ചെയ്യും, ആളുകളിലേക്ക് അത് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യും അല്ലെ, ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ അതുവഴി എന്ത് ചെയ്യും, പബ്ലിക് ആറ്റിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമുകൾ അവിടെ തുറക്കപ്പെടും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോളിങ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ആക്ഷൻ ബൈ ദ മാനിപ്പുലേറ്റിംഗ് ഓഫ് റെപ്രസെന്റേഷൻ അല്ലെ, ബൈ ദ മാനിപ്പുലേറ്റിംഗ് ഓഫ് റെപ്രസെന്റേഷൻ. മനുഷ്യന്റെ പ്രവർത്തനത്തെയും അവന്റെ അവതരണത്തിലെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് സ്വാധീനിക്കാനുള്ള ഒരു ടെക്നിക്കൽ വശമാണ് ഈ ഇത് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കാര്യം ചെന്നാലും നമ്മൾ വാർത്തകളാക്കി മാറ്റുമ്പോഴാണ് അത് ഭയങ്കര എലാബറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതുവഴിയാണ് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കുറെ കുട്ടികൾ യാത്ര ചെയ്ത ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വൈറ്റ് പെയിന്റ് എടുക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എപ്പോഴും വാർത്തയാവുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ കൺട്രോളിങ് സിസ്റ്റങ്ങൾ വരുന്നത്. പ്രൊപ്പഗോണ്ട മേ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ഐഡിയ, ബിലീഫ്, പ്രാക്ടീസസ്, റുട്ടീൻ, തോട്ട് എക്സെട്ര. പ്രൊപ്പഗോണ്ട എന്തിന്റെ, ഇൻഡിവിജ്വലിന്റെ ഐഡിയാസിനെയും ബിലീഫിനെയും പ്രാക്ടീസസിനെയും റുട്ടീനെയും തോട്ടിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയുടെ ആശയങ്ങളെ, വിശ്വാസങ്ങളെ, പ്രാക്ടീസസിനെ, അവന്റെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ ചിന്തകളെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊപ്പഗോണ്ട ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന പല കാര്യങ്ങളും നമ്മുടെ തോട്ടിനെ ബാധിക്കില്ല, നമ്മുടെ ചിന്താഗതികളെ ചിലപ്പോൾ മാറ്റാം, ചിലപ്പോൾ മാറ്റാണ്ടിരിക്കാം, എന്തും ചെയ്യാം. അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ് പ്രൊപ്പഗോണ്ടയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. വിത്തിൻ ദ റൈസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ, ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് കമ്മ്യൂണിറ്റി, എ ഷിഫ്റ്റ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ കൺട്രോൾ എമംഗ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഒക്കേർഡ് അല്ലെ. ഇപ്പൊ ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ റൈസോട് കൂടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സൈസ് എന്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കിടയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോളിന്റെ ഒരു അളവ്
ഡിസ്ട്രിബ്യൂഷൻ അളവ് എന്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മുടെ മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞത് ഒരുപാട് വളർന്നിട്ടുണ്ട് അല്ലെ, ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കണം, സോഷ്യൽ കൺട്രോളിങ് അവിടെ കൂടുതലായിട്ട് നടക്കണം. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഓർഗനൈസേഷനും നമ്മുടെ കൺട്രോളിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫോർമലി ഓർ ഫോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഈ ഫാമിലി, സ്റ്റേറ്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നെയ്ബർഹുഡ്, പബ്ലിക് ഒപ്പീനിയൻ, പ്രൊപ്പഗോണ്ട, എക്കണോമിക് ഓർഗനൈസേഷൻ ക്ലിയർ ആണോ? Yes, ma'am. ഈ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, റെലവൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്തുകൊണ്ടൊക്കെയാണ് ഇത് റെലവെന്റ് ആയിട്ട് വരുന്നത്? നമ്മൾ നീഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുറച്ച് പോയിന്റ് കൂടി കൂട്ടുന്നേ. ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യൽ ഓർഡർ അല്ലെ, ഇതെന്ത് ചെയ്യുന്നു, സോഷ്യൽ ഓർഡർ കുറച്ചുകൂടി സുഗമമാക്കുന്നുണ്ട്. ഇറ്റ് കപ്പാസിറ്റേറ്റ് ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈസി ആക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് ആൻഡ് ഈസി ലിവിങ് ടു ഇൻഡിവിജ്വൽ വളരെ ഈസി കൊണ്ട് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമം സുഗമമാക്കുന്നതിന്. ഇറ്റ് റെഗുലേറ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രീഡം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗ്രൂപ്പ് ലൈഫ് അല്ലെ, ഒരു ഗ്രൂപ്പിലാണ് ഇപ്പൊ നമ്മളെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് അല്ലെ, അപ്പൊ ഗ്രൂപ്പ് ലൈഫ് സുഗമമാക്കുന്നുണ്ട്. ഇറ്റ് കൺട്രോൾ ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ, നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ ഓർഡർ, സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് സൊസൈറ്റി, ഈസി ലിവിങ് ടു ഇൻഡിവിജ്വൽ, സോഷ്യൽ വെൽഫെയർ, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഗ്രൂപ്പ് ലൈഫ്, ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സോഷ്യൽ കൺട്രോൾ റെലവെന്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. സോഷ്യൽ കൺട്രോൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ കൺട്രോൾ റെലവെന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പ്രൊപ്പഗാൻഡ ഒന്നുകൂടെ പറയുക. പ്രൊപ്പഗാൻഡ പ്രൊപ്പഗോണ്ട എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് അഡ്വർടൈസ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്യങ്ങൾ കൊടുക്കുക, പരസ്യങ്ങൾ വഴി നമ്മൾ നിയന്ത്രിക്കപ്പെടുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ എന്ത് കേസ് വന്നാലും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിലെ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അതൊക്കെ വാർത്തകളായിട്ട് വരുന്നത്. അപ്പൊ വാർത്തകൾ പേടിച്ചിട്ട് നമ്മൾ പലതും ചെയ്യാണ്ടിരിക്കുമല്ലോ. ഓക്കെ, അപ്പോ പ്രൊപ്പഗോണ്ട എന്താന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഞാൻ ഷെയർ ചെയ്യുന്നില്ല, പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ടായിരിക്കും, അതെങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് പബ്ലിക് ഒപ്പീനിയന്റെ നിലപാടുകൾ നോക്കും, അവരെങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ അവരെങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ കഴിയുക. ഏതൊരു മേഖല, എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ നടത്തുന്ന, അല്ലെങ്കിൽ അവരൊക്കെ നടത്തുന്ന ഒരു ശ്രമമാണ് ഇപ്പൊ അഡ്വർടൈസ്മെന്റ്. അതായത് ഇപ്പോൾ ഒരു മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം, ഒരു പുതിയൊരു നിയമം വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, അത് മീഡിയാസ് ഏറ്റെടുത്തു, അവരങ്ങനെ റേസപ്പ് ചെയ്യുക. ആ രീതിയാണ് പ്രൊപ്പഗോണ്ട എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള ചീത്തതും നല്ലതൊക്കെ നമുക്ക് കിട്ടും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ആ നിയമം നല്ല രീതിയിലൊരു കൺട്രോളിങ് സിസ്റ്റം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തന്റെ എന്തെങ്കിലും താൻ ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൃത്രിമത്വങ്ങൾ ഉണ്ടോ, എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടോ എന്ന് അറിയുന്നത് ഈ അഡ്വർടൈസ്മെന്റ് വഴിയാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയണ്ടായിരിക്കും, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസിൽ പല കാര്യങ്ങളും നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഇത് തെറ്റാണ് പറയുന്നത്, ഇത് ശരിയാണ് പറയുന്നുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൊപ്പഗോണ്ട. ദെൻ അതേപോലെ തന്നെ ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐഡിയാസിനെ, വിശ്വാസങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കും അല്ലെ. പുതിയൊരു നിയമം വരുന്ന സമയത്ത്, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെയാണ് അത് ഓരോ മതങ്ങളെയും ബാധിക്കുന്നത് അല്ലെ. ഒരു ഏകീകൃത സിവിൽ കോഡ് നിയമം വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ അത് ബാധിക്കുന്നത്. അതിപ്പോ ഒരു സോഷ്യൽ കൺട്രോൾ ആണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്.
പക്ഷെ അത് നമ്മുടെ ബിലീഫിനെ അത് മാറ്റുകയാണോ അല്ലെങ്കിൽ നമുക്ക് നല്ലതാണോ ചെയ്താണോ അപ്പൊ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും, അതിനെതിരെ ഒരു പബ്ലിക് ഒപ്പീനിയൻ വരും, അതെന്ത് ചെയ്യും, അഡ്വർടൈസ് ചെയ്യും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ കൺട്രോളിങ് നടത്താൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു നിയമം വരുന്ന സമയത്ത് നമ്മൾ അതിനൊരു നിലപാടെടുക്കുന്നു, ആ നിലപാടിനനുസരിച്ചുള്ള ഒരു കൺട്രോളിങ് സിസ്റ്റം ആയിരിക്കും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക. ദാറ്റ് ഈസ് പ്രൊപ്പഗണ്ട. ക്ലിയർ? ഓക്കെ മാം, താങ്ക് യു. വേറെ എന്തെങ്കിലും? എന്താണ്, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കിയൊക്കെ ക്ലിയർ ആണ് മാം. താങ്ക് യു. ശരി ശരി അപ്പൊ